ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എം സിഗ്മ ഗൂഗിളം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മെഷർമെന്റ് ഓഫ് 3-phase പവർ ബൈ 2 വാട്ട് മീറ്റർ മെത്തേഡ്. ഈ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഇമ്പോർട്ടൻറ്റും ഭയങ്കര ക്രിട്ടിക്കലും ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം നിങ്ങളുടെ സെക്കൻഡ് സീരീസ് S2 സ്റ്റുഡൻസ് നിങ്ങളുടെ സെക്കൻഡ് സീരീസിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. അപ്പോൾ സെക്കൻഡ് സീരീസിന് വേണ്ടിയിട്ട് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പോയിന്റാണ് മെഷർമെന്റ് ഓഫ് 3-phase പവർ. അതുമാത്രമല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിനും ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മെഷർമെന്റ് ഓഫ് 3-phase പവർ. അതുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നെത്തിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കാം. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചേ, ഞാൻ ഈ ടൈറ്റിൽ നോക്കിക്കേ, മെഷർമെന്റ് ഓഫ് 3-phase പവർ ആണ്. ദാറ്റ് മീൻസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ മെഷർമെന്റ് ഓഫ് AC പവർ ആണ്. അപ്പൊ എല്ലാവരും നോക്കിക്കേ, AC പവർ മെഷർമെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. AC പവർ മെഷർമെന്റ്. അപ്പൊ AC പവർ മെഷർമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ക്ലൂസീവ്ലി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് EDM വാട്ട് മീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് EDM വാട്ട് മീറ്റർ? EDM എന്ന് പറയുന്നത് ഇലക്ട്രോ ഡൈനാമോമീറ്റർ എന്നാണ് പറയുന്നത്. മനസ്സിലായാലും എല്ലാവരും നോക്കിക്കേ, EDM എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ആണ്. മനസ്സിലായല്ലോ? EDM എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ. ഓക്കെ ആണോ? യെസ്. അങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെന്റുമായിട്ടാണ് നമ്മൾ AC പവർ മെഷർമെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ചെയ്യുന്നത്? ബേസിക് ആയിട്ട് ആ ഒരു ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്ററിന്റെ ആ ഒരു സർക്യൂട്ട്, ആ ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ ആണല്ലോ? യെസ്. എല്ലാവരും റെഡിയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ഇത് എഴുതിയും കൂടെ പോകണം. മനസ്സിലായല്ലോ? എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിൽ അത് ഫീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. യെസ്. ഓക്കെ. അപ്പൊ നോക്കിക്കേ, നമ്മൾ ആദ്യമേ സർക്യൂട്ട് വരയ്ക്കാൻ പോവാണ്. ഓക്കെ. അപ്പം ഈ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അവർക്ക് 2 കോയിൽസ് ആണുള്ളത്. ഒന്ന് ഫിക്സ്ഡ് കോയിലും ഒന്ന് മൂവിങ് കോയിലും. അപ്പൊ ദേ ഞാൻ ആദ്യമേ വരയ്ക്കാൻ പോകുന്നത് ഒരു ഫിക്സ്ഡ് കോയിലാണ്. ഓക്കെ ആണല്ലോ? യെസ്. എന്നിട്ട് അവർക്ക് രണ്ടാമതായിട്ടുള്ളത് എന്താണെന്നറിയോ? ഒരു മൂവിങ് കോയിലാണ്. എല്ലാവരും നോക്കിക്കോ, നമ്മൾ നല്ല വൃത്തിക്ക് പടം വരയ്ക്കണം. ഓക്കെ, യെസ്. എല്ലാവരും കണ്ടല്ലോ? യെസ്. ഇതാണ് നമ്മുടെ ഫിക്സ്ഡ് കോയിലും ഇതാണ് നമ്മുടെ മൂവിങ് കോയിൽ. അപ്പൊ ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്ററിനകത്ത് അല്ലെങ്കിൽ EDM വാട്ട് മീറ്ററിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫിക്സ്ഡ് കോയിൽ കണക്ട് ചെയ്യുന്നത് ഇൻ സീരീസ് വിത്ത് ദാറ്റ് ഓഫ് ദ ലോഡ് ആണ്. എല്ലാവരും നോക്കിക്കേ, ഇൻ സീരീസ് വിത്ത് ദാറ്റ് ഓഫ് ദ ലോഡ്. അപ്പൊ ഇതാരാണ്? നമ്മുടെ ലോഡാണ്. ഓക്കെ ആണല്ലോ? യെസ്. ദിസ് ഇസ് വാട്ട് അവർ ലോഡ്. ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മിസ്സേ? നമ്മൾ എന്തിനാണ് വാട്ട് മീറ്റർ ഉപയോഗിക്കുന്നത്? പവറിനെ മെഷർ. അപ്പൊ ഈ ലോഡ് എന്തുമാത്രം പവർ ആണ് കൺസ്യൂം ചെയ്തെടുക്കുന്നത്, അതാണ് നമ്മൾ ഈ വാട്ട് മീറ്ററിലൂടെ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ലോഡ് അതൊരു ഫാൻ ആവാം, ഒരു ബൾബ് ആവാം, ഒരു TV ആവാം, ഒരു ഫ്രിഡ്ജ് ആവാം. മനസ്സിലല്ലേ? എന്ത് വേണമെങ്കിലും, ഏത് ലോഡ് എന്ന് പറഞ്ഞാൽ ആരുടെ പവർ ആണ് നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ആ ലോഡായിട്ട് വരും. അപ്പൊ ഫിക്സ്ഡ് കോയിൽ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ സീരീസ് വിത്ത് ദാറ്റ് ഓഫ് ദ ലോഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? യെസ്. ആൻഡ് ദിസ് മൂവിങ് കോയിൽ എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്താണ്? ഇൻ പാരലൽ വിത്ത് ദാറ്റ് ഓഫ് ദ ലോഡ് ആണ്. എല്ലാവരും നോക്കിക്കേ, ഐ എം ഹിയർ കണക്ടിങ് ദ മൂവിങ് കോയിൽ ഇൻ പാരലൽ വിത്ത് ദാറ്റ് ഓഫ് ദ ലോഡ്. അപ്പം ഇതാണ് നമ്മുടെ വോൾട്ടേജ്. ഓക്കെ, ഇത് പ്ലസ് മൈനസ് V. ഈ ഫിക്സ്ഡ് കോയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് I ആയിട്ട് ഞാൻ മെഷർ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ I ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ വാട്ട് മീറ്റർ. അപ്പൊ നമുക്ക് ഇതാ നോക്കിക്കേ, ഇതാണ് വാട്ട് മീറ്റർ. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ കോയിലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വന്നേ. ഈ ഫിക്സ്ഡ് കോയിൽ FC ആണ് ഈ ഫിക്സ്ഡ് കോയിൽ. അപ്പൊ ഈ ഫിക്സ്ഡ് കോയിലിനെ നമ്മൾ എന്തായിട്ട് പറയാറുണ്ട്? പലപ്പോഴും കറണ്ട് കോയിൽ. നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും അതിനെ കറണ്ട് കോയിൽ എന്ന് പറയും. എന്താണ് കറണ്ട് കോയിൽ? എന്തുകൊണ്ടാണ് അതിന് കറണ്ട് കോയിൽ എന്നുള്ള പേര് കൊടുത്തേക്കുന്നത്? ബിക്കോസ് ദിസ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ലോഡ്. കണ്ടല്ലോ? സീരീസ് വിത്ത് ദ ലോഡ്. ലോഡുമായിട്ട് സീരീസ് ആയിട്ടാണ് നമ്മൾ എന്തിനെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ കറണ്ട് കോയിലിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ കറണ്ട് കോയിൽ അല്ലെങ്കിൽ ഈ ഫിക്സ് കോയിലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കോയിൽ കണ്ടോ നിങ്ങൾ? ആ കോയിൽ എന്ന് പറയുന്നത് തിക്ക് വയർ ആയിരിക്കും. എല്ലാവരും നോക്കിക്കേ, തിക്ക് വയർ ആണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ്. ഇവിടെ ഒരു കോയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വയറിനെ ഇങ്ങനെ ചുറ്റിയെടുത്തേക്കുമല്ലേ? പക്ഷേ ഈ പറയുന്ന വാട്ട് മീറ്ററിന്റെ ഫിക്സ്ഡ് കോയിൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള വയറാണ്. ഈ കട്ടിയുള്ള വയർ കൊണ്ട് എന്താ ഉദ്ദേശിച്ചേക്കുന്നത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നിങ്ങൾ നോക്കിക്കേ, ഇപ്പൊ ഇതൊരു വയർ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നിങ്ങൾ എല്ലാവരും നോക്കിക്കത് ഇതാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ വട്ടം. മനസ്സിലായല്ലോ? അതെ. അപ്പം നമ്മൾ കറണ്ട് കോയിലിനകത്ത് യൂസ് ചെയ്യുന്ന വയർ എന്ന് പറയുമ്പോൾ തിക്ക് വയർ ആണ്. അതുപോലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, ലെസ് ആണ്. അപ്പൊ ഈ തിക്ക് വയർ എല്ലാവരും എടുത്തേ. ഞാൻ വേറെ റിംഗ് എടുക്കാം. നോക്കിക്കേ, തിക്ക് വയർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A എന്ന് പറയുന്നത്
കൂടുതലാണ്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റിലേഷൻഷിപ്പാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ഇൻറ്റു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലാണ്, വയറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവരുടെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ഫിക്സ്ഡ് കോയിലിന്റെ റെസിസ്റ്റൻസ് കുറവാണോ കൂടുതലാണോ? കുറവാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട് എയ്ക്കകത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ സ്പെസിഫിക്കേഷൻസ് ഓഫ് ഫിക്സ്ഡ് കോയിൽ ആൻഡ് മൂവിംഗ് കോയിൽ. ഒരു വാട്ട് മീറ്ററിനകത്ത്, ഒരു EDM വാട്ട് മീറ്ററിനകത്ത് ഫിക്സ്ഡ് കോയിലിന്റെയും മൂവിംഗ് കോയിലിന്റെയും പ്രത്യേകതകൾ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. മനസ്സിലായോ? അപ്പൊ എന്താണ്? തിക്ക് വയർ ആണ്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓഫ് ഫിക്സ്ഡ് കോയിൽ ഈസ് ലെസ്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ഫിക്സ് കോയിലിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ കിട്ടി. ഇനി എല്ലാവരും വന്നേ നമ്മുടെ മൂവിംഗ് കോയിൽ കണ്ടോ? അപ്പൊ ഈ മൂവിംഗ് കോയിലിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാവരും വന്നേ, എന്താണ് മൂവിംഗ് കോയിൽ? ഈ മൂവിംഗ് കോയിലിന് വേറൊരു പേരുണ്ട്. അവരെന്താണ് വിളിക്കുന്നത് അറിയാം? ഒന്നെങ്കിൽ പ്രഷർ കോയിൽ എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ കോയിൽ എന്നുള്ളൊരു പേരുണ്ട്. എന്തിനാണ് മിസ്സേ അങ്ങനത്തെ ഒരു പേര് അവർക്ക് കൊടുത്തേക്കുന്നത്? കാരണം ദേ ആർ വൈ പൊട്ടൻഷ്യൽ കോയിൽ അല്ലെങ്കിൽ പ്രഷർ കോയിൽ, ബിക്കോസ് ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ലോഡ്. എക്സാക്ട്ലി പാരലൽ വിത്ത് ദ ലോഡ് ആണ് അവർ കണക്ട് ചെയ്തേക്കുന്നത്. പാരലൽ വിത്ത് ദ ലോഡ് ആണ്. കണ്ടല്ലോ? യെസ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വയറിലോട്ട് വന്നേ, ഈ കോയിലിലോട്ട് വന്നേ. ഈ മൂവിംഗ് കോയിലിന് എന്താ പ്രത്യേകത അറിയാം? അവർക്ക് തിൻ വയർ, ചെറിയ വയർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വളരെ ചെറുതാണ്, പക്ഷെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. അപ്പൊ നോക്കിക്കേ, ഈ പ്രഷർ കോയിലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തിൻ വയർ ആൻഡ് നമ്പർ ഓഫ് ടേൺസ് മോർ ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ എല്ലാരും പറഞ്ഞു തിൻ വയർ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവാണ്. അപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പ് റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് പറയുമ്പോൾ ഏരിയ കുറവാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പൊ എല്ലാരും പറഞ്ഞേ, റെസിസ്റ്റൻസ് ഓഫ് മൂവിംഗ് കോയിൽ കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. റെസിസ്റ്റൻസ് ഓഫ് മൂവിംഗ് കോയിൽ ഈസ് മോർ. അപ്പൊ ശരിക്കും പറയുമ്പം നമ്മളിനി ഫ്യൂച്ചറിൽ വാട്ട് മീറ്ററിനെ സിംബലൈസ് ചെയ്യുമ്പം എല്ലാവരും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വാട്ട് മീറ്ററിനെ സിംബലൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നോക്കിക്കേ, നമുക്കൊരു ഫിക്സ്ഡ് കോയിൽ ഉണ്ട്. ആ ഫിക്സ്ഡ് കോയിലിനെ ഞാൻ നല്ല ബോൾഡ് ആക്കി വരയ്ക്കും. ആകെ കുറവ് ടേൺസേ ഉള്ളൂ. ഇനി ഇതാണ് നമ്മുടെ ഫിക്സ്ഡ് കോയിൽ. ഇനി നമ്മൾ മൂവിംഗ് കോയിലിനെ വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താ വരയ്ക്കുന്നത്? ഇങ്ങനെ റെസിസ്റ്റൻസ് മാത്രമായിട്ടായിരിക്കും കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് വാട്ട് മീറ്ററിന്റെ പ്രത്യേകത. കാരണം എന്തുകൊണ്ടാണ്? ഫിക്സ്ഡ് കോയിലിനകത്ത് റെസിസ്റ്റൻസ് കുറവാണ്, അതുപോലെ തന്നെ തിക്ക് വയറുമാണ്. മൂവിംഗ് കോയിലിനകത്ത് റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പൊ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു EDM വാട്ട് മീറ്ററിനകത്ത് ഫിക്സ്ഡ് കോയിൽ എന്താണ്? റെസിസ്റ്റൻസ് കുറവുള്ളതാണ്. ആൻഡ് മൂവിംഗ് കോയിൽ എന്ന് പറയുമ്പോൾ ഹൈലി റെസിസ്റ്റീവ് ആണ്. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രാമിനകത്ത് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അയ്യോ മിസ്സേ, എന്തുകൊണ്ടാണ് ഇത് രണ്ടും കോയിലല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇവനെ കോയിലായിട്ട് വരച്ചേക്കുന്നത്, താഴത്തെ മൂവിംഗ് കോയിലിന് എന്തുകൊണ്ടാണ് കോയിൽ പോലെ കൊടുക്കാത്ത? കാരണം മൂവിംഗ് കോയിൽ ഹൈലി റെസിസ്റ്റീവ് ആണ്. മനസ്സിലായല്ലോ? ഇങ്ങനെ വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്, ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നോക്കിക്കേ, ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ കണ്ടു. യെസ്. ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സർക്യൂട്ട് ഡയഗ്രാം ആണ്. ദിസ് ഇസ് ഇൻട്രൊഡക്ഷൻ. എപ്പോഴും ആലോചിക്കേണ്ട ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ദിസ് ഇസ് എ സിംഗിൾ ഫേസ് AC വോൾട്ടേജ് അല്ലേ? ഇത് സിംഗിൾ ഫേസ് AC സിസ്റ്റം ആണ്, അല്ലെങ്കിൽ സിംഗിൾ ഫേസ് സിസ്റ്റം ആണ്. നോക്കിക്കേ, എന്തുകൊണ്ടാണ് മിസ് ചെയ്തത് സിംഗിൾ ഫേസ് AC സിസ്റ്റം എന്ന് പറഞ്ഞാൽ? നോക്കിക്കേ, ഇവിടെ ഒറ്റൊരു വോൾട്ടേജ് അല്ലേ ഉള്ളൂ. യെസ്. ഒരു സിംഗിൾ ഫേസ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എ സിംഗിൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് ബീങ് സപ്ലൈഡ്. നോക്കിക്കേ, ഈ ലോഡിലോട്ട് ഞാൻ ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതേ നോക്കിക്കേ, ഈ ഒരു വോൾട്ടേജ് ആണ്. 1 സെക്കൻഡ് നോക്കിക്കേ, ഈ ഒരു വോൾട്ടേജിനെയാണ് ഞാൻ സപ്ലൈ ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത് നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ ഒരു ഫിഗറിനെ ഒന്ന് കോപ്പി ചെയ്താലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? യെസ്. ലെറ്റ് മീ കോപ്പി ദിസ് ആൻഡ് പേസ്റ്റ് ഹിയർ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നോക്കുമ്പോഴത്തേക്കും ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ ഫേസ് സിസ്റ്റം ആണ്. എങ്ങനെയാണ് ഒരു സിംഗിൾ ഫേസ് സിസ്റ്റത്തിനെ തിരിച്ചറിയുന്നത്? ബിക്കോസ് എ സിംഗിൾ ഓൾട്ടർനേറ്റിംഗ്, ഇതൊരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആ, കേട്ടല്ലോ? യെസ്. എ സിംഗിൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് ബീങ് സപ്ലൈഡ് ടു ദ ലോഡ്. ലോഡിലേക്ക് നമ്മളൊരു സിംഗിൾ ഫേസ്, ഒരു സിംഗിൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് മാത്രം, ഒറ്റൊരു വോൾട്ടേജ് മാത്രമേ കൊടുത്തുള്ളൂ. ഇപ്പം നിങ്ങളുടെ വീടുകളിൽ
ഒട്ടുമിക്കവതും എന്താണ് സിംഗിൾ ഫേസ് സിസ്റ്റംസ് ആണ്. മനസ്സിലായി? നമ്മുടെ വീടുകളിലൊക്കെ തന്നെ സിംഗിൾ ഫേസ് ആണ്. അപ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ സിംഗിൾ ഫേസ് സിസ്റ്റത്തിനകത്ത് ഒറ്റൊരു വോൾട്ടേജ് അല്ലേ സപ്ലൈ ചെയ്യുന്നുള്ളൂ. ആ ഒറ്റൊരു വോൾട്ടേജിനെ സപ്ലൈ ചെയ്യാൻ എത്ര വയേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്? 2 വയേഴ്സിനെ യൂസ് ചെയ്യുന്നുള്ളൂ. നോക്കിക്കേ, ഇതൊരു വയറും ഇത് മറ്റേ വയറും. ഈ വയറിനെയാണ് നമ്മൾ ഫേസ് വയർ എന്നും ഇതിനെയാണ് നമ്മൾ ന്യൂട്രൽ വയർ എന്ന് പറഞ്ഞത്. അപ്പോൾ സിംഗിൾ ഫേസിന്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പവർ ഈസ് ഡെലിവേർഡ്. നമ്മൾ KCB പവർ കൊടുക്കുമല്ലോ, ആ പവർ ഡെലിവർ ആവുന്നത് വെറും 2 വയറിലൂടെയാണ്. പവർ ഈസ് ഡെലിവേർഡ് ത്രൂ 2 വയേഴ്സ്. ഏതൊക്കെയാണ് 2 വയേഴ്സ്? ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസും, രണ്ടാമത്തത് നമ്മുടെ ന്യൂട്രൽ വയറും. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഫേസ് വയർ, ഇതാണ് നമ്മുടെ ന്യൂട്രൽ വയർ. ആ സിംഗിൾ ഫേസിലോട്ടാണ് നമ്മൾ നമ്മുടെ വാട്ട് മീറ്ററിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ പലവർക്കും ഒട്ടുമിക്ക സ്റ്റുഡൻസിനും നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ടതാണ്. നിങ്ങൾ ചിന്തിക്കണം, മിസ് ശരിക്കും ഇതെങ്ങനെയാണ് ഒരു ലോഡിൻ്റെ അക്രോസ് പവർ മെഷർ, ശരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ ഇൻ റിയാലിറ്റിയിൽ വരുന്നത്? ഇപ്പം നമ്മൾ ഒട്ടുമിക്കവരും, നമ്മളെല്ലാവരും തുടക്കത്തിൽ പഠിക്കുന്ന എങ്ങനെയാണ്? നമുക്ക് തന്നു, ഈ പറയുന്ന വാട്ട് മീറ്റർ തന്നു, സർക്യൂട്ട് തന്നു, നമ്മളിങ്ങനെ അങ്ങ് പഠിക്കുന്നു, അങ്ങനെ കാണാതെ പഠിക്കുന്നു. പക്ഷെ അങ്ങനല്ല നിങ്ങൾ പഠിക്കേണ്ടത്. മനസ്സിലായി? നമുക്ക് പഠിക്കേണ്ടതിനായിട്ട് ഒരു രീതിയുണ്ട്. നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണ്. നമ്മൾ S2 എത്തിക്കഴിഞ്ഞു. ഇനി മുന്നോട്ട് നിങ്ങൾക്ക് എന്താണുള്ളത്? ഒത്തിരി കോർ സബ്ജക്ട്സ് വരാനുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? നിങ്ങൾ പഠിക്കേണ്ട രീതിനെ ഒന്ന് മാറ്റണം. മനസ്സിലായല്ലോ? ഇപ്പൊ ഈ ഒരു സർക്യൂട്ട് കണ്ട് മതി, ഇത്രയല്ല, അങ്ങനല്ല ചിന്തിക്കേണ്ടത്. ഇത് പ്രാക്ടിക്കലി എങ്ങനെയാണ് ഈ സർക്യൂട്ടിന് ഇംപ്ലിമെന്റേഷൻ ഒന്ന് നോക്കിയാലോ? നിങ്ങൾ നോക്കിക്കോ, ഇതാണ് നമ്മുടെ വാട്ട് മീറ്റർ എന്ന് വെച്ചോ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ആ വാട്ട് മീറ്ററിനകത്ത് എന്തുണ്ട്? ഒരു ഫിക്സ്ഡ് കോയിലും ഉണ്ട്, മൂവിങ് കോയിൽ, അത്രേ ഉള്ളൂ. ഒരു വാട്ട് മീറ്ററിനകത്ത് ഫിക്സ് കോയിലും മൂവിങ് കോയിലും ഉള്ളൂ. ഇതാണ് ലോഡ്. ആരുടെ പവറാണ് മെഷർ ചെയ്യുന്നത്? എൻ്റെ വീട്ടിലെ ബൾബിന്റെ അക്രോസ് എന്തുമാത്രം പവർ ആണ് കൺസ്യൂം ചെയ്ത്, ആ പവർ ബൾബ് എന്തുമാത്രം പവർ കൺസ്യൂം ചെയ്തു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാട്ട് മീറ്റർ വെച്ചേക്കുന്നത്. ഈ സപ്ലൈ എന്താ? എൻ്റെ വീട്ടിലോട്ട് വരുന്ന 230 വോൾട്ട് 50 ഹെർട്സിന്റെ AC സപ്ലൈ ആണത്. അതാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഒരു വാട്ട് മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഈ പറയുന്ന ഫിക്സ് കോയിലും മൂവിങ് കോയിലും ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നോക്കിക്കേ, ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ M എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ L എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ C എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ V എന്ന് പറയുന്നത്. ഈ M എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മെയിൻ. കണ്ടല്ലോ, ഈ M എന്നുള്ള പോയിന്റ് നമ്മൾ ഫേസ് വയറുമായിട്ടല്ലേ കണക്ട് ചെയ്തേക്കുന്നത്. യെസ്. L എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോഡ്. ഈ L എന്ന് പറഞ്ഞ വയർ നമ്മൾ ലോഡുമായിട്ടല്ലേ കണക്ട് ചെയ്ത്. ഈ C എന്താണ്? C എന്ന് പറഞ്ഞാൽ കോമൺ പോയിന്റ്. എന്താണ് കോമൺ പോയിന്റ്? നമ്മുടെ ഫിക്സ്ഡ് കോയിലും മൂവിങ് കോയിലും കറണ്ട് കോയിലും പ്രഷർ കോയിലും നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്തേക്കുന്ന പോയിന്റ് ആണ് C. അടുത്തത് V. V എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. മനസ്സിലായല്ലോ? അത് എവിടോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? നമ്മുടെ ന്യൂട്രൽ വയറിലോട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ MLCV കണക്ഷൻ എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. നിങ്ങൾ ലാബിൽ പോയി നിങ്ങളൊരു വാട്ട് മീറ്ററിനെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ഈ M-ഉം ഈ L-ഉം ഈ C-യും ഈ V-യും മാത്രമായിരിക്കും. നിങ്ങൾക്കുള്ളിലൊന്നും കാണാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? ഈ ഒരു വാട്ട് മീറ്ററും കാണും, അതുപോലെ തന്നെ ഒരു പോയിന്ററും അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്കെയിലും കാണും. അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇതാണ് നമ്മുടെ MCB. നമ്മുടെ വീടുകളിലെ MCB ഉണ്ടല്ലോ. യെസ്, ഇതാണ് നമ്മുടെ വീട്ടിലെ MCB. ഓക്കെ, അതിനകത്തോട് നമ്മൾ നമ്മുടെ ഫേസ് കൊടുക്കുന്നു. കാണാമല്ലോ എല്ലാവർക്കും? ഇതാണ് നമ്മുടെ ഫേസ് വയർ, ഇതാണ് നമ്മുടെ ന്യൂട്രൽ വയർ. നമുക്ക് കിട്ടുന്ന സപ്ലൈ ദാറ്റ് ഈസ് 230 വോൾട്ട് 50 ഹെർട്സിന്റെ സിംഗിൾ ഫേസ് സപ്ലൈ ആണ് കിട്ടുന്നത്. അപ്പൊ MCBയിൽ നിന്നും ഒരു വയറും പുറത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അത് എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്? ഞാൻ കുറച്ച് വൃത്തിക്ക് വരയ്ക്കാം അല്ലേ? നമുക്ക് കുറച്ച് വൃത്തിക്ക് വരച്ചാലോ? യെസ്, നമുക്ക് സ്കെയിലൊക്കെ എടുത്ത് വരയ്ക്കാം. യാപ്പ്. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെ വന്നു. ഈ M-ഉമായിട്ട് ഒരു വയർ കണക്റ്റഡ് ആവും. ഓക്കെ ആണല്ലോ? യെസ്, കാണുന്നുണ്ടോ? ഈ നോക്കിക്കേ, നമ്മുടെ M-ഉമായിട്ട് നമ്മൾ ഈ M-നെ നോക്കിക്കേ, നമ്മുടെ MCB ഉണ്ടല്ലോ, നമ്മുടെ MCBയുടെ ഒരു വയർ ഫേസ് വയർ നമ്മുടെ M-ഉമായിട്ട് കണക്റ്റഡ് ആവും. ഓക്കെ അല്ലേ? എന്നിട്ട് നോക്കിക്കോ, ഈ L ഉണ്ടല്ലോ. യെസ്, L എന്ന് പറയുമ്പോൾ നമ്മുടെ ബൾബാവാം, TV ആവാം, ഫ്രിഡ്ജ് ആവാം, ആ ലോഡുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? യെസ്. എന്നിട്ട് നോക്കിക്കേ, ഈ M-ഉം C-യും എപ്പോഴും നോക്കണം, M-ഉം C-യും ഇന്റേണലി ഷോർട്ടഡ് ആക്കാൻ നമുക്ക് പറ്റും. നമ്മൾ വാട്ട് മീറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു EDM എന്ന് പറഞ്ഞ ഇലക്ട്രോ ഡൈനാമോമീറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ആ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാം. AC ആണ്, AC വോൾട്ടേജ് മെഷർ ചെയ്യാം, AC കറണ്ട് മെഷർ ചെയ്യാം. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ AC പവർ മെഷർ ചെയ്യാം. അതുകൊണ്ടാണ് EDM വാട്ട് മീറ്റർ ആയിട്ട് വരുന്നത്. അപ്പം ഒരു EDM വാട്ട് മീറ്ററിന്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിനകത്ത് M-ഉം
സിയും ഷോർട്ടഡ് ആയിരിക്കും. വാട്ട് മീറ്റർ ആയിട്ടാണ് നമ്മൾ ഒരു EDM ഇൻസ്ട്രുമെന്റിനെ യൂസ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ഒരു EDM ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ആ EDM ഇൻസ്ട്രുമെന്റിന് ഒരു ഫിക്സ്ഡ് കോയിലും ഉണ്ട്, മൂവിംഗ് കോയിലും ഉണ്ട്. പക്ഷെ അവരെ വാട്ട് മീറ്റർ ആയിട്ട് അവരെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ എമ്മും സിയും ഷോർട്ടഡ് ആയിരിക്കണം. കത്തിയോ? എല്ലാവർക്കും EDM ഇൻസ്ട്രുമെന്റ് കത്തിയോ? EDMനെ വാട്ട് മീറ്റർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എമ്മും സിയും ഷോർട്ടഡ് ആയിരിക്കണം. അപ്പൊ നമ്മൾ അവരത് ഷോർട്ട് ചെയ്തു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഈ എല്ലുമായിട്ട് നമ്മൾ ലോഡിനെ കണക്ട് ചെയ്തു. ഓക്കെ അല്ലേ? എന്നിട്ട് ഈ ലോഡിന്റെ ഒരു വയർ നമ്മൾ പുറത്തോട്ട് വന്നു. ഇനി ഈ വി നോക്കിക്കേ. ഈ വി എന്ന് പറയുന്നത് ആ വയർ നമ്മൾ എടുത്ത് ഈ ലോഡിന്റെ രണ്ടാമത്തെ പോയിന്റുമായിട്ട് നമ്മൾ അവരെ കണക്ട് ചെയ്തു. എന്നിട്ട് എന്താ വരുന്നത്? ഈ MCBയിൽ നിന്ന് ന്യൂട്രൽ വയർ വരുമല്ലോ. ആ ന്യൂട്രൽ വയറിനെയാണ് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യം. മനസ്സിലായല്ലോ? എപ്പോഴും ആലോചിക്കണ്ടേ, മിസ് എന്താണ് സംഭവിക്കുന്നത്? ഈ ഫിക്സ്ഡ് കോയിൽ, മൂവിംഗ് കോയിൽ, പ്രാക്ടിക്കലി എങ്ങനെയാണ് അതിന്റെ കണക്ഷൻ വരുന്നത്? ഇങ്ങനെയാണ് പ്രാക്ടിക്കലി കണക്ഷൻ വരുന്നത്. അവിടെ ഈ MLCV മാത്രമേ ഉള്ളൂ. എമ്മും സിയും ഷോർട്ട് ചെയ്തു. ഈ പറയുന്ന എല്ല് നമ്മുടെ ബൾബുമായിട്ട് കണക്ട് ചെയ്തു. ബൾബിന്റെ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ബൾബൊക്കെ കണ്ടിട്ടുണ്ടോ? ആ ബൾബിന്റെ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കൊമ്പ് പുറത്തോട്ട് കാണാം. അതാണ് രണ്ട് ടെർമിനൽസ്. ആ ഒരു ടെർമിനലിലോട്ട് നമ്മൾ ഈ എല്ലിനെ കണക്ട് ചെയ്യും, മറ്റേ ടെർമിനലിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ വീനെയും കണക്ട് ചെയ്യും. എന്നിട്ട് ആ വയറും എടുത്തുകൊണ്ട് പോയി നമ്മൾ എവിടോട്ട് കണക്ട് ചെയ്യും? MCBയുടെ ന്യൂട്രലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് എന്നിട്ട് നമ്മൾ പവർ മെഷർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ എല്ലാവരും ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ എന്തായിരുന്നു? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തായിരുന്നു? മെഷർമെന്റ് ഓഫ് 3 ഫേസ് പവർ ആണ്. പക്ഷെ എല്ലാവരും നോക്കിക്കേ, മിസ് ഇപ്പൊ പഠിപ്പിച്ചേക്കുന്നത് മെഷർമെന്റ് ഓഫ് സിംഗിൾ ഫേസ് പവർ ആണ്. കാരണം ഈ പറയുന്ന സിംഗിൾ ഫേസ് സിസ്റ്റത്തിലോട്ടാണ് നമ്മൾ വാട്ട് മീറ്ററിനെ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ 3 ഫേസ് പവർ മെഷർ ചെയ്യാൻ വേണ്ടി വേറെ വല്ലതും വാട്ട് മീറ്റർ ഉണ്ടോ? ഒരിക്കലുമില്ല. എല്ലാവരും നോക്കേണ്ട കാര്യം, പോളിഫേസ് പവർ മെഷർമെന്റ്. പോളിഫേസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുള്ള ഫേസ്. പോളിഫേസ് പവർ മെഷർമെന്റും തന്നെ നടത്തുന്നത് എന്ത് വെച്ചിട്ടാണ്? ഈ പറയുന്ന സിംഗിൾ ഫേസിലുള്ള EDM വാട്ട് മീറ്റർ. ആ EDM വാട്ട് മീറ്റർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പോളിഫേസ് പവർ മെഷർമെന്റ് നടത്തുന്നത്. പക്ഷേ ദ നമ്പർ ഓഫ് വാട്ട് മീറ്റേഴ്സ് ഇൻവോൾവ് ഈസ് നോട്ട് 1 ബട്ട് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് വാട്ട് മീറ്റേഴ്സ്. ഒരു വാട്ട് മീറ്റർ കൊണ്ട് നമുക്ക് പോളിഫേസ് പവർ മെഷർമെന്റ് നടത്താൻ പറ്റത്തില്ല. മൾട്ടിപ്പിൾ വാട്ട് മീറ്റേഴ്സ് കൊണ്ട് മാത്രമേ നമുക്ക് പോളിഫേസ് പവർ മെഷർമെന്റ് നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ പോളിഫേസ് പവർ മെഷർമെന്റ് EDM വാട്ട് മീറ്റർ വെച്ചിട്ട് തന്നെ നടത്താം. ബട്ട് വി റിക്വയർ മൾട്ടിപ്പിൾ വാട്ട് മീറ്റേഴ്സ് ഫോർ മെഷർമെന്റ്. മൾട്ടിപ്പിൾ വാട്ട് മീറ്റേഴ്സ് വേണം. മനസ്സിലായോ? യെസ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിക്കേ, ഈ ഒരു രീതി ഞാനിവിടെ ഒരു സർക്യൂട്ട് കൊടുത്തു. എന്നിട്ട് ആ ഒരു പ്രാക്ടിക്കൽ രീതിയിൽ ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. മനസ്സിലായല്ലോ? കാരണം ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇതിപ്പോൾ S2 എത്തിയിട്ടേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക സ്റ്റുഡൻസും S2കാരായിരിക്കും. നിങ്ങൾ പേഷ്യൻ്റ്ലി ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഒറ്റൊരു കോർ സബ്ജക്റ്റേ ഉള്ളൂ. അതാണ് ഈ മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. മനസ്സിലാവും? സിമ്പിൾ സബ്ജക്റ്റാണ്. പക്ഷെ നിങ്ങൾ S3ലോട്ടൊക്കെ കിടക്കുമ്പോൾ കുറച്ചും കൂടെ കോർ വരും, കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോർ വരും. അപ്പം നിങ്ങൾ അതൊക്കെ നല്ല വൃത്തിക്ക് പഠിക്കണം. അപ്പോൾ പഠിക്കേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മാറ്റം കൊണ്ടുവരണം. മനസ്സിലായോ? അത് മാത്രമല്ല, ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളുടെ BTechലൊരു കൺസെപ്റ്റാണ്. മനസ്സിലായല്ലോ? പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുമ്പോൾ, നിങ്ങൾ ഈ 4 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ BTechലെ സബ്ജക്ട്സ് ഒക്കെ എങ്ങനെയൊക്കെയോ പഠിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഡു യു ഗെറ്റ് എനി വാല്യൂ? നോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇപ്പൊ പലരും പറയാറുണ്ട് എഞ്ചിനീയറിംഗിന് ഒരു വാല്യൂ ഇല്ലാന്ന്. അതല്ല, എഞ്ചിനീയറിംഗിന് വാല്യൂ ഉണ്ട്. ബട്ട് ദ സ്റ്റുഡൻസ് ഹു ആർ കമ്മിങ് ഔട്ട് ഓഫ് ദ കോളേജ് അല്ലെങ്കിൽ ആഫ്റ്റർ ഗ്രാജുവേഷൻ അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അവർക്ക് ആവശ്യത്തിനായിട്ടുള്ള സ്കിൽസ് ഇല്ല. They do not have the sufficient skills so that the industry can recruit you. മനസ്സിലായി? ഇൻഡസ്ട്രിക്ക് നിങ്ങളെ റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കഴിവുകൾ വേണം, നിങ്ങൾക്ക് സ്കിൽസ് വേണം. മനസ്സിലായല്ലോ? ആ കാര്യങ്ങളായിട്ടാണ് നമ്മൾ 0 to Infinity എന്ന് പറയുന്നത്. നമ്മുടെ M-Sigma ഗോകുലത്തിന്റെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് 0 to Infinity എന്ന് പറയുന്നത്. അതിനകത്ത് ഈ പറയുന്ന BTech ക്ലാസ്സസ് മാത്രമല്ല, അതിൻ്റെ ഒപ്പം ഈ പറയുന്ന ഏതൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയാലും അവർ എന്താണ് ചെയ്യേണ്ടത്? അവർ ഗേറ്റ് എന്നുള്ള എക്സാം എഴുതിയിരിക്കണം. ബിക്കോസ് അതാണ് പില്ലർ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ആ ഗേറ്റ് എക്സാമിന്റെ കോച്ചിങ്, അതുപോലെ തന്നെ ക്യാറ്റിന്റെ കോച്ചിങ്, അതുപോലെ തന്നെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, കോഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ട്രെയിനിങ്, ഈ പറയുന്ന അനവധി പ്രോഗ്രാമുകളുടെ ഒരു ബണ്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ 0 to Infinity എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനത്തെ ഒരു പ്രോഗ്രാമുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം അതിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലാക്കാം. എങ്ങനെ ആയിരിക്കും നിങ്ങൾ 4 വർഷം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും എന്താണ് നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള സ്കിൽസ് അക്വയർ ചെയ്തിട്ടുണ്ടാവും. സോ ദാറ്റ് നിങ്ങളെ ഇൻഡസ്ട്രിക്കാർ പുഷ്പം പോലെ എടുത്തുകൊണ്ട് പോകും. ബിക്കോസ് നിങ്ങൾ കഴിവുള്ളവരാണ്. മനസ്സിലായി? ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമുമായിട്ടാണ് വന്നേക്കുന്നത്. സോ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പ്രോഗ്രാമുകളെ നിങ്ങൾ മാക്സിമം, ദാറ്റ് 0 to Infinity എന്ന് പറയുന്ന പ്രോഗ്രാമിനെ നിങ്ങൾ മാക്സിമം
യൂട്ടിലൈസ് ചെയ്യുക. മനസ്സിലായല്ലോ? കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ S2ലാണ്, നിങ്ങൾക്ക് സമയമുണ്ട്. 4 വർഷം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ചുറ്റിനുള്ളവർ ചിലപ്പോൾ 0 to infinity ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് അവർ ഓൾറെഡി പ്ലേസ്ഡ് ആയിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് അപ്പോഴായിരിക്കും അറിവ് വരുന്നത്, അയ്യോ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ ഈ 4 വർഷം. അങ്ങനത്തെ ഒരു തോന്നൽ നിങ്ങൾക്ക് വരാൻ പാടില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് S2ൽ തന്നെ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിനെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത്. മനസ്സിലായല്ലോ? അത് ഓർത്ത് വെക്കുക. സോ നമ്മുടെ ടോപ്പിക്കിലോട്ട് നമ്മൾ മുന്നോട്ട് പോകും. കാരണം ഞാനിതിപ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിനെ മിസ് ഔട്ട് ചെയ്യാതെ പോവുക. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമുക്ക് പോളിഫേസ് പവർ മെഷർമെന്റിലോട്ട് കിടക്കാം. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ EDM വാട്ട് മീറ്റർ, ഈ പറയുന്ന വാട്ട് മീറ്റർ വെച്ചിട്ട് തന്നെയാണ് സിംഗിൾ ഫേസും മെഷർ ചെയ്യുന്നത്. ഈ ഒരു വാട്ട് മീറ്റർ വെച്ചിട്ട് തന്നെയാണ് പോളിഫേസ് പവർ മെഷർ ചെയ്യുന്നത്. പക്ഷേ പോളിഫേസ് പവർ മെഷർ ചെയ്യണമെങ്കിൽ ഒരു വാട്ട് മീറ്റർ പോരാ, മൾട്ടിപ്പിൾ വാട്ട് മീറ്റേഴ്സ് വേണം. ഇപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോ, ഞാനിവിടെ പറയാൻ പോകുന്നത് 3 ഫേസ് പവർ മെഷർമെന്റിന് വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മളിപ്പം ചെയ്യുന്ന എന്താണ്? 3 ഫേസ് പവർ മെഷർമെന്റ്. പക്ഷെ എത്ര പേർക്ക് അറിയാം എന്താണ് 3 ഫേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഒന്ന് പറഞ്ഞേടോ, എന്താണ് ഈ 3 ഫേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? 3 ഫേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസിന് ഒരു വോൾട്ടേജ് അല്ലായിരുന്നോ? അപ്പൊ പറഞ്ഞേടോ 3 ഫേസിന് എത്ര വോൾട്ടേജ് കാണും? 3 AC വോൾട്ടേജസ് കാണും. എത്ര വോൾട്ടേജസ് ആണ്? 3 AC വോൾട്ടേജസ്. ഇനി പറഞ്ഞേ, അവരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അവരുടെ ഫ്രീക്വൻസിയും സെയിം ആണ്. ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഫ്രീക്വൻസി. പിന്നെ എന്ത് വ്യത്യാസമാണുള്ളത്? ബട്ട് ദേ ഡിഫർ ഇൻ ഫേസ്. അവരുടെ ഫേസിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എല്ലാവരും വന്നേടോ, നമുക്കിപ്പോൾ ഒരു VR എന്നുള്ളൊരു വോൾട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെത് VM സൈൻ ഓഫ് ഒമേഗ ടി, അതാണ് ഒരു വോൾട്ടേജ്. അടുത്തത് VY എന്ന് പറഞ്ഞാൽ VM സൈൻ ഓഫ് ഒമേഗ ടി -120 ഡിഗ്രി. മനസ്സിലായല്ലോ? ഫേസ് ഡിലേഡ് ആണ്. അടുത്ത വോൾട്ടേജ് VB ഈസ് ഈക്വൽ ടു VM സൈൻ ഓഫ് ഒമേഗ ടി -240 ഡിഗ്രി. ഇതാണ് നമ്മുടെ 3 സെറ്റ് ഓഫ് AC വോൾട്ടേജസ് വിച്ച് ആർ ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ്. നോക്കിക്കേ, VM തന്നെയാണ് എല്ലാവരുടെയും മാഗ്നിറ്റ്യൂഡ്. സെയിം ഫ്രീക്വൻസി ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി, ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf. ഈ എഫ് നമ്മുടെ ഇന്ത്യയിൽ എത്രയാണ്? 50 ഹെർട്സ് ആണ്. യെസ്. അപ്പം ഈ ഫ്രീക്വൻസി സെയിം ആണ്, പക്ഷെ അവരുടെ ഫേസിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 AC വോൾട്ടേജസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായി? അപ്പോൾ ഒരു 3 ഫേസ് സിസ്റ്റത്തിനകത്ത് 3 വയറുകളാണ് മെയിൻ ആയിട്ടുള്ള 3 വയേഴ്സ്. എല്ലാവരും ഓർത്തോളൂ, നമ്മുടെ സിംഗിൾ ഫേസിനകത്ത് 2 വയറായിരുന്നു, ഒന്ന് ഫേസും ഒന്ന് ന്യൂട്രലും. ഈ പറയുന്ന 3 ഫേസിന് അത് 3 വയേഴ്സ് ഉണ്ട്. ആ 3 വയേഴ്സിന്റെ സീക്വൻസ് എപ്പോഴും ഓർക്കണം, RYB. മനസ്സിലായല്ലോ? ഇതാണ് സീക്വൻസ്. അപ്പൊ ബേസിക്കലി ഒരു 3 ഫേസ് സിസ്റ്റത്തിനകത്ത് 3 വയേഴ്സ് എന്തായാലും മെയിൻ ആയിട്ട് കാണും. അത് കൂടാതെ ചിലപ്പം സംടൈംസ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രൽ വയറും കൂടെ കാണും. മനസ്സിലായല്ലോ? അപ്പോൾ 3 ഫേസ് സിസ്റ്റത്തിനകത്ത് എത്ര വയറുണ്ട്? 3 വയറുണ്ട്, RYB. എന്നിട്ട് അത് കൂടാതെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വയർ ചിലപ്പോൾ മാത്രം, സംടൈംസ്. മനസ്സിലായല്ലോ? അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് 3 ഫേസ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഈ 3 ഫേസ് പവർ മെഷർമെന്റ് ശരിക്കും നമുക്ക് 2 രീതി നടത്താൻ പറ്റും. ഒന്ന് 3 വാട്ട് മീറ്റർ മെത്തേഡും ഉണ്ട്, നമുക്ക് 2 വാട്ട് മീറ്റർ മെത്തേഡ്. എക്സ്ക്ലൂസീവ്ലി ആയിട്ടാണ് 2 വാട്ട് മീറ്റർ മെത്തേഡ്. പക്ഷേ 3 ഫേസ് വെച്ചിട്ട് 3 വാട്ട് മീറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രാമും 3 ഫേസ് വെച്ചിട്ട് 2 വാട്ട് മീറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രാമും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് നോക്കിയാലോ. യെസ്. അപ്പൊ എല്ലാവരും വന്നേടോ, 3 ഫേസ് പവർ മെഷർമെന്റിനകത്തോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ 3 ഫേസ് പവർ മെഷർമെന്റിനകത്ത് എല്ലാവരും നോക്കിക്കോണം, നമുക്ക് 3 വാട്ട് മീറ്റർ മെത്തേഡും ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 2 വാട്ട് മീറ്റർ മെത്തേഡും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പം, നോക്കിക്കേ, നമ്മളിവിടെ സിംഗിൾ ഫേസ് എടുത്തപ്പോൾ നമ്മളിവിടെ ഒരു ലോഡ് എടുത്തില്ലേ? നമ്മൾ ഈ 3 ഫേസ് പവർ മെഷർമെന്റ് നടത്തുന്നത് 2 തരത്തിലുള്ള, 2 ടൈപ്സ് ഓഫ് ലോഡിന്റെ മേലാണ് പവർ മെഷർമെന്റ്. ഒന്ന് സ്റ്റാർ കണക്റ്റഡ് ലോഡും ഉണ്ട്, ഒന്ന് ഡെൽറ്റ കണക്റ്റഡ് ലോഡും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും വന്നേ, അത് നമുക്ക് ഇവിടോട്ട് കൊടുക്കാം. നമുക്ക് ലോഡ് 3 ഫേസ് സിസ്റ്റത്തിനകത്ത് 2 ടൈപ്സ് ഓഫ് ലോഡാണുള്ളത്. ഓക്കെ ആണ്? 2 ടൈപ്സ് ഓഫ് ലോഡ്. ഒന്ന് സ്റ്റാർ കണക്റ്റഡ് ലോഡും രണ്ടാമത്തത് ഡെൽറ്റ കണക്റ്റഡ് ലോഡുമാണ്. പക്ഷേ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക തവണ ഈ സബ്ജക്റ്റിനകത്ത് മെഷർമെന്റ്സ് ഇൻസ്ട്രുമെന്റിനകത്ത് എപ്പോഴും പവർ മെഷർമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആരെയാണ്? ഈ പറയുന്ന സ്റ്റാർ കണക്റ്റഡ് ലോഡിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നതും ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കുന്നതും സ്റ്റാർ കണക്റ്റഡ് ലോഡിലോട്ടായിരിക്കും. അപ്പം വന്നേ, അപ്പൊ 3 ഫേസ് പവർ മെഷർമെന്റ് ഇനി സ്റ്റാർ കണക്റ്റഡ് ലോഡാണ്. അപ്പൊ നമുക്ക് ആ സ്റ്റാർ കണക്റ്റഡ് ഒന്ന് വരയ്ക്കാം.
ഓക്കെ ആണോ? യെസ്, ഇതാണ് നമ്മുടെ സ്റ്റാർ കണക്റ്റഡിന്റെ ഫിഗർ വരയ്ക്കാൻ പോവാണേ. എല്ലാവരും ശ്രദ്ധിച്ചോണം. ഓക്കെ, യെസ്, ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. യെസ്, ഇതാണ് നമ്മുടെ സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള ലോഡ്. ഓക്കെ, വൃത്തിക്ക് വരയ്ക്കാം. യെസ്. അപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മുടെ 3 ഫേസ് സിസ്റ്റം. അപ്പൊ 3 ഫേസ് സിസ്റ്റത്തിന് മൊത്തത്തിൽ എത്ര വയറുണ്ട്? മെയിൻ ആയിട്ട് 3 വയർസ്, ആർ വൈ ബി. കാണാമല്ലോ? യെസ്. അപ്പൊ എല്ലാരും പറഞ്ഞേടോ, നമ്മൾ ഈ പറയുന്ന ഒരു വാട്ട് മീറ്റർ, ഒരു EDM വാട്ട് മീറ്ററിന് എത്ര കറണ്ട് കോയിൽ ഉണ്ട്? ഒരു കറണ്ട് കോയിൽ. എത്ര പ്രഷർ കോയിൽ ഉണ്ട്? ഒരു പ്രഷർ കോയിൽ. അപ്പം വാട്ട് മീറ്ററിനെ കണക്ട് ചെയ്യണേ 3 ഫേസ് പവർ മെഷർമെന്റ് എത്ര വാട്ട് മീറ്ററിനെ വെച്ചിട്ടാ? 3 വാട്ട് മീറ്റർ. അപ്പൊ 3 വാട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ 3 കറണ്ട് കോയിലും 3 പ്രഷർ കോയിലും കാണത്തില്ലേ? കറണ്ട് കോയിൽ എപ്പോഴും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഇൻ സീരീസ് വിത്ത് ദ ലോഡ്. ദേ ഇവരൊക്കെയാണ് ലോഡ്. ഇതാണ് Z1, ഇതാണ് Z2, ഇതാണ് Z3. ഇതൊരു കോമൺ പോയിന്റ് ഉണ്ട്, Z1, Z2, Z3. ഇതാണ് ലോഡ്. ഇവരുടെ ഈ ഒരു എന്താണ് ഫിഗർ കണ്ടോ? അതാണ് സ്റ്റാർ കണക്ട് അല്ലെങ്കിൽ Y എന്ന് പറയും. മനസ്സിലായത്? സ്റ്റാർ കണക്റ്റഡ് ലോഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് 3 വാട്ട് മീറ്റേഴ്സ് വേണം. അപ്പൊ 3 വാട്ട് മീറ്റേഴ്സിന് 3 കറണ്ട് കോയിൽസ് ഉണ്ട്. 3 കറണ്ട് കോയിൽസിനെ നമ്മൾ 3 ലൈൻസുമായിട്ട് കണക്ട് ചെയ്ത് ഇൻ സീരീസ് വിത്ത് ദ ലോഡ്. അപ്പോഴാണ് വന്നത് പ്രഷർ കോയിൽ. പ്രഷർ കോയിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണക്ഷൻ നടത്തുന്നത്? പാരലൽ ടു ദ ലോഡാണ്. അയ്യോ, അപ്പൊ ഇവിടെ എങ്ങനെ നടത്തും? പാരലൽ ടു ദ ലോഡിന്റെ കണക്ഷൻ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ വരിക? ആ സാഹചര്യത്തിലാണ് ഈ കോമൺ പോയിന്റിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു വയറിനെ എടുക്കും. ഈ വയറിന്റെ പേരാണ് ന്യൂട്രൽ വയർ. അപ്പം ഈ ഒരു വാട്ട് മീറ്ററിന്റെ പ്രഷർ കോയിൽ എന്ന് പറയുമ്പോൾ ഈ ആറിന്റെ അതുപോലെ തന്നെ ഈ കോമൺ പോയിന്റിന്റെയും അക്രോസ് ആണ്. നോക്കിക്കേ, ഇപ്പൊ കണ്ടോ വന്നത്? നോക്കിക്കേ, ഒരു വാട്ട് മീറ്ററിന്റെ കറണ്ട് കോയിൽ ഇൻ സീരീസ് വിത്ത് ദ ലോഡും ആൻഡ് പ്രഷർ കോയിൽ ഇൻ പാരലൽ വിത്ത് ദ ലോഡും. കൺസെപ്റ്റ് കിട്ടിയോ? അടുത്ത വാട്ട് മീറ്റർ ഉണ്ട്, അതിന്റെ പ്രഷർ കോയിലും എങ്ങോട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്? ദേ ഇങ്ങോട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അടുത്ത ഒരു വാട്ട് മീറ്റർ ഉണ്ട്, അവരുടെ പ്രഷർ കോയിൽ എങ്ങോട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്? കോമൺ പോയിന്റ് ഇതായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ 3 ഫേസ് പവർ മെഷർമെന്റിനകത്ത് 3 വാട്ട് മീറ്റർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 3 വയർ പറ്റുമോ? ഒരിക്കലുമില്ല. 4 വയറിന്റെ ആവശ്യമുണ്ട്. അപ്പൊ എല്ലാരും വന്നേ, 3 ഫേസ് പവർ മെഷർമെന്റ് യൂസിങ് 3 വാട്ട് മീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 3 വയേഴ്സ് അല്ല, അവിടെ 4 വയറാണ്. അപ്പൊ 3 ഫേസ് 4 വയർ സിസ്റ്റത്തിനകത്താണ് നമ്മൾ 3 വാട്ട് മീറ്റേഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നത്. കാര്യങ്ങൾ കത്തിയോ? 3 ഫേസ് സിസ്റ്റം ഉണ്ട്, 3 വാട്ട് മീറ്റർ വെച്ചിട്ട് ടീച്ചർ പവർ മെഷർ ചെയ്യാൻ തന്നു. അപ്പം 3 വയർ പറ്റുമോ? ഒരിക്കലും ഇല്ല. 4 വയറിന്റെ ആവശ്യം വരും. അപ്പോൾ 3 ഫേസ് 4 വയർ സിസ്റ്റത്തിനകത്താണ് നമ്മൾ 3 വാട്ട് മീറ്റേഴ്സ് വെച്ചിട്ട് പവറിനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സെയിം ഫിഗറിനെ ഒന്ന് ഇങ്ങോട്ടും കൂടെ മാറ്റിക്കോട്ടെ. കാരണം ആ സ്റ്റാർ കണക്റ്റഡ് ലോഡ് ഞാൻ ഒന്ന് വൃത്തിക്ക് വരച്ചോട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ ഞാൻ കുറച്ചും കൂടെ വൃത്തിക്ക് വരച്ചു. കാരണം എന്താണ്? നമ്മൾ 2 വാട്ട് മീറ്റർ വെച്ചിട്ടാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പം 3 ഫേസ് ആണ്. അതിനുവേണ്ടി ഞാൻ ഓൾറെഡി ഇവിടെ ആർ വൈ ബി എന്ന് പറഞ്ഞ ലൈൻ ഞാൻ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. എന്നിട്ട് എന്താണ്? 2 വാട്ട് മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ എത്രയൊക്കെ ആയാലും ഞാനൊരു കാര്യം ചെയ്യാം. ഇവിടെ തൊട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ വാട്ട് മീറ്ററിന്റെ കറണ്ട് കോയിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, യെസ്. എന്നിട്ട് ഈ ബി ലൈനിലോട്ട് ഞാൻ രണ്ടാമത്തെ വാട്ട് മീറ്ററിന്റെ കറണ്ട് കോയിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, കറണ്ട് കോയിൽ ഇൻ സീരീസ് വിത്ത് ദ ലോഡ്. യെസ്. 2 വാട്ട് മീറ്റർ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ എത്രയ്ക്കാലും വാട്ട് മീറ്ററിനകത്ത് പ്രഷർ കോയിൽ ഇല്ലേ? യെസ്. ആ പ്രഷർ കോയിൽ എന്ന് പറയുമ്പം ഈ പറയുന്ന ഒരു പോയിന്റ് ഈ ലൈനുമായിട്ടും ആൻഡ് പിന്നെ ഒരു കോമൺ പോയിന്റിന്റെയും ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന വൈ എന്ന് പറയുന്ന ലൈനെയാണ് കോമൺ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ എല്ലാവരും വന്നേ, നമ്മൾ ഇവിടെ ഒരു പ്രഷർ കോയിലിനെ കണക്ട് ചെയ്യും. എന്നിട്ട് ആ പ്രഷർ കോയിൽ എങ്ങനെ ആയിരിക്കും? ഈ കോമൺ ആയിട്ടായിരിക്കും കണക്റ്റഡ് ആവുന്നത്. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ വീണ്ടും നമുക്കൊരു പ്രഷർ കോയിൽ വരും. നോക്കിക്കേ, രണ്ടാമത്തെ വാട്ട് മീറ്റർ എടുത്തു. യെസ്. എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ പറയുന്ന വൈ എന്ന് പറയുന്ന ലൈനുമായിട്ടായിരിക്കും ആ പ്രഷർ കോയിലിനെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ പ്രഷർ കോയിൽ മെയിൻ ലൈനും ഉണ്ട്, വൈ എന്ന് പറഞ്ഞ ലൈനുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അതിന്റെ അക്രോസ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? അപ്പം ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഒരു വാട്ട് മീറ്റർ. ഇതാണ് നമ്മുടെ ആദ്യത്തെ വാട്ട് മീറ്റർ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വാട്ട് മീറ്റർ. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കുക. നിങ്ങൾക്ക് ഇതിന് എന്ത് മനസ്സിലായി? ഒരു 3 ഫേസിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 വാട്ട് മീറ്റർ വെച്ചിട്ട് പവർ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വയറിന്റെ ആവശ്യമുള്ളൂ? 3 വയർ സിസ്റ്റത്തിന്റെ ആവശ്യമുള്ളൂ. അതാണ് ആർ വൈ ബി എന്ന് പറയുന്നത്. അപ്പൊ 2 വാട്ട് മീറ്റേഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ലൈനിനെ, അത് ആർ ആവാം, അത് വൈ ആവാം, അത് ബി ആവാം, നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു ലൈനിനെ ആയിരിക്കും നമ്മൾ കോമൺ ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? യെസ്. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറയുമ്പോൾ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോഴാണ് ഇനിയാണ് നമ്മുടെ മെയിൻ കൺസെപ്റ്റ്. നമ്മൾ പറഞ്ഞല്ലോ മെഷർമെന്റ് ഓഫ് 3 ഫേസ് പവർ. ഇനി ഞാൻ ആ ടൈറ്റിൽ ഒന്നും കൂടെ എഴുതാൻ പോവാണ്. മെഷർമെന്റ് ഓഫ് 3 ഫേസ് പവർ ഇൻ സ്റ്റാർ കണക്റ്റഡ് ബാലൻസ്ഡ്
ലാഗിംഗ് ലോഡ് എല്ലാവരും ഓർത്തോളൂ, മെഷർമെന്റ് ഓഫ് 3 phase പവർ ഇൻ സ്റ്റാർ കണക്റ്റഡ് ബാലൻസ്ഡ് ലാഗിംഗ് ലോഡ് യൂസിങ് 2 watt meter മെത്തേഡ്. അപ്പൊ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കി. ഈ ഫിഗറിനെ ഒന്ന് താരോട്ട് വെച്ചോട്ടെ. എന്താണ് പുതുതായിട്ട് വന്ന ആ ടൈറ്റിലിനകത്ത്? ഈ ടൈറ്റിലിനകത്ത് പുതുതായിട്ട് വന്ന വേർഡ്സ് എന്തൊക്കെയാണ്? സ്റ്റാർ കണക്റ്റഡ് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് മിസ് ഈ ബാലൻസ്ഡ് ലോഡ് എന്ന് പറഞ്ഞാൽ? ലാഗിങ് അവിടെ കിടക്കട്ടെ, എല്ലാവരും വന്നേടോ. ഇതേ നോക്കിക്കേ, ഞാൻ ഈ ബാലൻസ്ഡ് ലാഗിങ് ലോഡിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. പക്ഷെ ആദ്യമേ ഞാൻ ബാലൻസ്ഡ് ലോഡ് എന്താന്ന് പറയും. ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇങ്ങോട്ട് വന്നേ, നമുക്ക് ബാലൻസ്ഡ് ലോഡിനെ പറ്റി ഒന്ന് എഴുതിയേക്കാം. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓരോന്നും നമ്മൾ എടുത്തു വെച്ച് പഠിക്കണം. അതായത് മെഷർമെന്റ് ഓഫ് 3 phase പവർ ഇൻ സ്റ്റാർ കണക്റ്റഡ് ബാലൻസ് ലാഗിംഗ് ലോഡ്, ഇതാണ് സർക്യൂട്ട്. എന്താണോ അതിനകത്ത് ബാലൻസ് ലോഡ്, എന്താണ് അതിനകത്ത് സ്റ്റാർ കണക്ട്, അതൊക്കെ നിങ്ങൾ അറിയണ്ടേ? യെസ്, ആ രീതി പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബാലൻസ് ലോഡിനകത്ത് പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, എല്ലാവരും വന്നേ, ഇതാണ് നമ്മുടെ ഇമ്പിഡൻസ് Z1, Z2, Z3 ലോഡുകൾ. മനസ്സിലായല്ലോ? ഒരു ബാലൻസ്ഡ് ലോഡിനകത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇമ്പിഡൻസ് Z1, Z2, Z3 എന്താണ്? എക്സാക്ട്ലി സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസസ് ഇൻ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം, മനസ്സിലായല്ലോ? ഇമ്പിഡൻസസ് ഇൻ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ആർ എക്സാക്ട്ലി സെയിം. ഇമ്പിഡൻസ് ആണ് സെയിം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന നമുക്ക് ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലോഡിന്റെ മാഗ്നിറ്റ്യൂഡും ആ ലോഡിന്റെ ഫേസും എല്ലാം സെയിം തന്നെയാണ് മൂന്നാൾക്കും. അതുകൊണ്ടാണ് ബാലൻസ് ലോഡ്. നമ്മൾ പൊതുവെ അൺബാലൻസ് ലോഡോട് കടക്കാറില്ല. നമുക്ക് അങ്ങനത്തെ ഹെക്ടിസിറ്റിയിലോട്ട് പോകേണ്ട ആവശ്യം, നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് മാത്രം ഇരുന്നാൽ മതി. ഇനി എന്താണ് മിസ് ലാഗിങ്ങിന്റെ പ്രത്യേകത? ലാഗിങ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ലാഗിങ് ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു RL ലോഡ് എന്നാണ്. RL ലോഡ് എന്ന് വെച്ചാൽ ഇൻഡക്റ്റീവ് ലോഡാണ്. ഈ ഇൻഡക്റ്റീവ് ലോഡിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഫേസ് വോൾട്ടേജ് ജസ്റ്റ് ഇപ്പൊ പറയാം, എന്നിട്ട് മുന്നോട്ട് പോവാം. ഫേസ് വോൾട്ടേജ് ലീഡ്സ് ഫേസ് കറണ്ട്. മനസ്സിലായല്ലോ? ഈ ഒരു ലോഡ് ഉണ്ട്, ഒരു ഇൻഡക്റ്റീവ് ലോഡ് ഉണ്ട്. ആ ഇൻഡക്റ്റീവ് ലോഡിന്റെ ഫേസ് വോൾട്ടേജ് ഫേസ് കറണ്ടിനെ കാട്ടി കൂടുതലാണ് ബൈ ആൻ ആംഗിൾ ഓഫ് 5. ഓക്കെ, എന്താണ് മിസ്സേ ഫേസ് വോൾട്ടേജ് ഫേസ് കറണ്ട്? പറഞ്ഞുതരാം. ദേ വന്നിരിക്കുന്നു. ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റിലോട്ടൊക്കെ പോകുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താൽ നമുക്ക് വാട്ട് മീറ്ററിനെ ഒക്കെ കണക്ട് ചെയ്യണ്ടേ? ആദ്യമേ നമുക്ക് വാട്ട് മീറ്ററിനെ കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു വാട്ട് മീറ്ററിന് ഒരു കറണ്ട് കോയിൽ ഉണ്ട്, യെസ്. എന്നിട്ട് നമുക്കൊരു പ്രഷർ കോയിൽ ഉണ്ട്. ഇതാണ് നമ്മുടെ R എന്ന് പറഞ്ഞ ലൈൻ. ഈ തൽക്കാലത്തേക്ക് നമുക്ക് Y ആയിട്ട് എടുക്കാം. ഇതാണ്, ഇവിടോട്ട് വേണ്ട, നമുക്കിത് കോമൺ ആയിട്ട് എടുക്കാം അല്ലേ? യെസ്. ഇത് ഒരു കറണ്ട് കോയിൽ കണക്ട് ചെയ്തു. ഇതിന്റെ അക്രോസ് നമുക്കൊരു പ്രഷർ കോയിൽ ഉണ്ട്. അത് നമ്മൾ കോമൺ ആയിട്ട് ഈ വൈയിലോട്ട് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ ദേ ഇവിടോട്ട് വന്നിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഒരു Y എന്നുള്ള പോയിന്റ് ഉണ്ട്. എന്നിട്ട് എപ്പോഴും നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ഈ വാട്ട് മീറ്ററിനെ നിങ്ങൾ അങ്ങ് സർക്കിൾ ചെയ്തിരിക്കണം. കാരണം ഇതാണ് നമ്മുടെ വാട്ട് മീറ്റർ. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, എന്നിട്ട് ഈ Y എന്നുള്ള ലൈനിനെ ഒന്ന് പുറത്തോട്ട് എടുത്തോട്ടെ. യെസ്, ഇതാണ് Y എന്നുള്ള ലൈൻ. വൃത്തിക്ക് മാക്സിമം നല്ല വൃത്തിക്ക് കാര്യങ്ങൾ പടങ്ങൾ വരച്ച് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്ക് നല്ല വൃത്തിക്ക് വരയ്ക്കണം. നോക്കുന്ന ഒരാൾക്ക് ഈ കുട്ടിക്കെല്ലാം മനസ്സിലായെന്ന് തോന്നണം. അത്രയ്ക്കും വൃത്തിക്ക് വേണം നമ്മൾ കൺസെപ്റ്റ്സുകൾ വരയ്ക്കാനായിട്ട്. മനസ്സിലായോ? സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ കൺസെപ്റ്റുകൾ എഴുതാനായിട്ടും ഓക്കെ ചെയ്യാം. അപ്പൊ RYB വരച്ചു. അപ്പൊ എല്ലാവരും നോക്കിക്കേ, ഈ ഇമ്പിഡൻസ് കണ്ടോ? മനസ്സിലായല്ലോ? ഈ Z1 എന്നുള്ള ഇമ്പിഡൻസ്, Z1ഉം Z2ഉം Z3ന്റെ ഇമ്പിഡൻസുകൾ ഒരു പേരുണ്ട്. ആ ഇമ്പിഡൻസിന്റെ പേരാണ് പെർ ഫേസ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? എന്ത് ഇമ്പിഡൻസ് ആണ്? പെർ ഫേസ് ഇമ്പിഡൻസ്. കാരണം എന്തുകൊണ്ടാണ് ഈ ഇമ്പിഡൻസിനെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ R എന്നുള്ള ലൈനും അതുപോലെ ഒരു കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ്. അത് N എന്ന് നമുക്ക് കൊടുക്കാം. അവിടുന്ന് നമ്മൾ ലൈനിനെ അല്ലെങ്കിൽ ഒരു വയറിനെ ഒന്നും പുറത്തോട്ട് എടുത്തിട്ടില്ല, ആ പോയിന്റിനെയാണ് ഞാൻ N എന്ന് പറഞ്ഞത്. അപ്പൊ നോക്കിക്കേ, ഈ ഇമ്പിഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർ ഫേസ് ഇമ്പിഡൻസ് എന്ന്. ഈ ഇമ്പിഡൻസിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് മൈനസ്, ഈ ഇമ്പിഡൻസിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജിനെ നമ്മൾ പേരിടുന്നു VR, അങ്ങനെ ഇടാം, അല്ലെങ്കിൽ VRN എന്ന് വേണമെങ്കിലും വിളിക്കാം. ഈ വോൾട്ടേജിനെയാണ് നമ്മൾ ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞത്. മനസ്സിലായി? ഇമ്പിഡൻസ് അക്രോസ് ഉള്ള വോൾട്ടേജിനെയാണ് നമ്മൾ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. എല്ലാവരും നോക്കിക്കോളൂ, ദിസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം. അപ്പം ഈ VR വന്നു. അതുപോലെ തന്നെ എല്ലാവരും നോക്കിക്കോ, ഇതാണ് നമ്മുടെ VY. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ, ഇവിടെ പോയി VZ. അപ്പൊ സോറി, VZ അല്ലല്ലോ, VB. യെസ്, സോറി, ഇറ്റ്സ് നോട്ട് VB. അപ്പൊ VR, VY ആൻഡ് VB ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞത്. അപ്പൊ മനസ്സിലായല്ലോ ഫേസ് വോൾട്ടേജ് എന്താണ്? ദ വോൾട്ടേജ് ബിറ്റ്വീൻ എ ഫേസ് അല്ലെങ്കിൽ ബിറ്റ്വീൻ ദിസ് R ലൈൻ, ആ ലൈനും ഈ N എന്നുള്ള കോമൺ പോയിന്റ് ഇടയ്ക്കുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞത്. ഇനി എല്ലാവരും നോക്കിക്കോ, ഇനിയാണ് നമ്മൾ ലൈൻ വോൾട്ടേജിനെ പറ്റി പറയാൻ പോകുന്നത്. ഈ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്ത് വോൾട്ടേജ് എന്നറിയോ? ഈ ലൈൻ കണ്ടോ, ഈ Rഉം ഈ Yയും, രണ്ട് ലൈനുകളുടെ ഇടയിലുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈൻ വോൾട്ടേജ്, ദ വോൾട്ടേജ് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ്. എപ്പോഴും നോക്കിക്കോളൂ, ദേ
ഈ ലൈൻ വോൾട്ടേജിനെയാണ് നമ്മൾ VRY എന്ന് പറഞ്ഞത്. നോക്കിക്കേ, ഈ ലൈൻ്റെ ഇടയ്ക്കുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ സീക്വൻസ് ഉണ്ടല്ലോ, 3 ഫേസിനകത്ത് ഒരു സീക്വൻസ് ഉണ്ട് RYB. ആ സീക്വൻസ് തെറ്റിക്കരുതേ കേട്ടല്ലോ, RYB. അപ്പൊ ആ സീക്വൻസ് അനുസരിച്ചിട്ട് VRY, ഓക്കെ, അതുപോലെ VYB, അതുപോലെ തന്നെ VBR, ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, ദ വോൾട്ടേജസ് ഇൻ ബിറ്റ്വീൻ ദ ലൈൻ, അതിനെയാണ് ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി എല്ലാവരും നോക്കിക്കോ, നമ്മുടെ ഈ ലൈൻ കണ്ടോ, R എന്ന് പറഞ്ഞ ലൈൻ, അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ കറണ്ടിനെയാണ് ഞാൻ IR എന്ന് കൊടുക്കുന്നത്. ആ ലൈനിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് IR. ആ കറണ്ട് തന്നെ അല്ലേടോ ഈ പറയുന്ന ഫേസിലൂടെ ഫ്ലോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഇംപെഡൻസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്? അതെ. അപ്പം ഇന്നൊരു സ്റ്റാർ കണക്റ്റഡ് ലോഡിന്റെ ഏറ്റവും പ്രത്യേകത നോക്കിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ടെക്നിക്കാണ് ഈ R ലൈൻ കണ്ടോ. R ലൈൻ ഈ പറയുന്ന കറണ്ട് കോയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടോ. ആ R ലൈനിലൂടെ ഫ്ലോ ചെയ്യുന്ന അതേ കറണ്ട് തന്നെയല്ലേ ഈ ഫേസിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പം സ്റ്റാർ കണക്റ്റഡ് ലോഡിനകത്ത് എല്ലാവരും വന്നേടോ, സ്റ്റാർ കണക്റ്റഡ് ലോഡിനകത്ത് ലൈൻ കറണ്ട് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഫേസ് കറണ്ട് ആണ്. ഒരിക്കലും മറക്കാൻ പാടില്ല, ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ്, ഇങ്ങനെ പഠിച്ചാൽ മതി. ലൈൻ കറണ്ട് ഈക്വൽ ടു ഫേസ് കറണ്ട് ആണ്. ഇനി നിങ്ങൾ എല്ലാവരും വന്നേ, ഈ പറയുന്ന ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം ആണോ? ഒരിക്കലും അല്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെയാ, ലൈൻ വോൾട്ടേജ് ഇൻ ബിറ്റ്വീൻ ദ ലൈനും ഫേസ് എന്ന് പറയുന്ന ആ ഒരു ലൈനും ഒരു കോമൺ പോയിന്റ് ഇടയ്ക്കുള്ള വോൾട്ടേജ് ആണ്. അപ്പൊ സ്റ്റാർ കണക്റ്റഡിനകത്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ദ ലൈൻ വോൾട്ടേജ് ഈക്വൽസ് ടു √3 ടൈംസ് ദ ഫേസ് വോൾട്ടേജ് ആണ്. മനസ്സിലായല്ലോ, ഇത് നിങ്ങളൊരു ബോക്സിലിട്ട് പഠിക്കണം. ഇതാണ് നമ്മുടെ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിന്റെ പ്രത്യേകത. മനസ്സിലായല്ലോ, സ്റ്റാർ കണക്റ്റഡ് ലോഡിനകത്ത് ലൈൻ കറണ്ട് ഈക്വൽസ് ടു ഫേസ് കറണ്ട് ആൻഡ് ലൈൻ വോൾട്ടേജ് ഈക്വൽസ് ടു √3 ടൈംസ് ഓഫ് ഫേസ് വോൾട്ടേജ് ആണ്. അതിന്റെ റീസൺ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നമുക്ക് ഡെറിവേഷന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ലൈൻ എന്ന് പറഞ്ഞാൽ VRY എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്റ്റർ VR പ്ലസ് ഓഫ് മൈനസ് VY ആണ്. പക്ഷെ നമ്മുടെ ഫേസ് വോൾട്ടേജോ അതും വെറും VR. അപ്പൊ VRY VRും സെയിം അല്ല, നീ ഒരു ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവല്ലോ. യെസ്, ഇവരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു √3 ഓഫ് ഫേസ് വോൾട്ടേജ്. ഇത് സ്റ്റാർ കണക്റ്റഡിനകത്താണ്. എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഡെൽറ്റ കണക്റ്റഡിനകത്ത് ലൈൻ വോൾട്ടേജും അതുപോലെ തന്നെ ലൈൻ കറണ്ടും അവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്, ലൈൻ വോൾട്ടേജും ഫേസ് കറണ്ടും ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ ഡെൽറ്റ കണക്റ്റഡിനകത്ത് ഇക്വേഷൻ ഒന്ന് ചോദിക്കാം, അങ്ങനെ ചോദിക്കും കേട്ടല്ലോ. അവരുടെ റിലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് എളുപ്പമാണ്. മറ്റേതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെൽറ്റ കണക്റ്റഡിനകത്ത് പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, എപ്പോഴും നോക്കിക്കോളൂ, ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ആണ് സെയിം വരുന്നത്. ലൈൻ കറണ്ട് എന്ന് പറഞ്ഞാൽ √3, ഇവിടെ പോയി √3 ടൈംസ് ഓഫ് I ഫേസ് ആണ്. ഇതാണ് നമ്മുടെ ഡെൽറ്റ കണക്റ്റഡിനകത്തുള്ളത്. മനസ്സിലായല്ലോ എല്ലാവർക്കും, ഇതാണ് ഡെൽറ്റ കണക്റ്റഡ് ലോഡ്. അപ്പം എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്റ്റാർ കണക്റ്റഡ് പഠിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് അല്ല ഡെൽറ്റ കണക്റ്റഡ്. സ്റ്റാർ കണക്റ്റഡ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടല്ലോ. യെസ്, അപ്പൊ എല്ലാവരും വന്നേ, ഞാനിവിടെ ബാലൻസ് ലോഡിനെ പറ്റി പറഞ്ഞല്ലോ. യെസ്, അപ്പൊ എല്ലാവരും നോക്കിക്കോ, ഇവിടുത്തെ ഈ ഒരു ഫേസ് വോൾട്ടേജിനെയാണ് നമ്മൾ VR എന്ന് പറഞ്ഞത്. ആ ഫേസ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ആ ഇംപിഡൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജിനാണ് ഫേസ് വോൾട്ടേജ്. ഇതാണ് നമ്മുടെ ഫേസ് കറണ്ടും IRും ലൈൻ കറണ്ടും ഫേസ് കറണ്ടും ഒക്കെ സെയിം തന്നെ. അപ്പോൾ ഒരു ഈ പറയുന്ന ബാലൻസ്ഡ് അല്ല ലാഗിംഗ് ലോഡിനകത്ത് ഫേസ് വോൾട്ടേജ് ലീഡ്സ് ദ ഫേസ് ആംഗിൾ ബൈ ആൻ ആംഗിൾ ഓഫ് ∅ എന്ന് പറഞ്ഞാൽ ഈ VR ആണ് ലീഡ് ചെയ്യുന്നത്. VR ലീഡ്സ് IR ബൈ ആൻ ആംഗിൾ ഓഫ് ∅. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ VY ലീഡ് ചെയ്യും IY ബൈ ആൻ ആംഗിൾ ഓഫ് ∅. അതുപോലെ തന്നെ VB ലീഡ് ചെയ്യും IB ബൈ ആൻ ആംഗിൾ ഓഫ് ∅. മനസ്സിലായല്ലോ. അതാണ് ലോഡിന്റെ പ്രത്യേകത. ഈ ലോഡ് എന്ന് പറയുമ്പോൾ നോക്കിക്ക് എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഫാൻ എന്ന് പറഞ്ഞൊരു ഇൻഡക്റ്റീവ് ലോഡാണ്. മനസ്സിലായല്ലോ. ആ ഇൻഡക്റ്റീവ് ലോഡിനകത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ആ ലോഡിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഉണ്ടല്ലോ, ആ വോൾട്ടേജ് ആ ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെക്കാട്ടിലും ആംഗിളിൽ ലീഡ് ചെയ്യുവാണ്. മനസ്സിലായല്ലോ. അതാണ് ലാഗിംഗ് ലോഡിന്റെ പ്രത്യേകത. പക്ഷെ അതിനെ നേരെ തിരിച്ച് ലീഡിംഗ് ലോഡിന്റെ ഒരു കാര്യമുണ്ട്. ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതിക്കോട്ടെ. ലീഡിംഗ് ലോഡ്, നമ്മൾ ലാഗിംഗ് ലോഡാണ് പഠിക്കുന്നത്. ഈ പറയുന്ന ലീഡിംഗ് ലോഡ് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളും. അപ്പൊ ഈ ലീഡിംഗ് ലോഡ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു RC ലോഡാണ്, കപ്പാസിറ്റീവ് ലോഡാണ്. ലീഡിംഗ് ലോഡിനകത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഫേസ് വോൾട്ടേജ് ആണോ ലീഡ് ചെയ്യുന്നത്, ഫേസ് കറണ്ട് ആണോ? ഫേസ് കറണ്ട് ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ഫേസ് വോൾട്ടേജ് ലാഗ്സ് ഫേസ് കറണ്ട് ബൈ ∅. മനസ്സിലായല്ലോ. അതാണ് ലീഡിംഗ് ലോഡ്. അപ്പൊ ഒരാൾ ലാഗിംഗ് ലോഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് ലീഡിംഗ് ലോഡ്. രണ്ടും ഒരുമിച്ച് പഠിക്കരുത്. ഇതൊക്കെയാണ് പഠിക്കുന്നതിന്റെ രീതികൾ. മനസ്സിലായല്ലോ. ലീഡിംഗ് ലോഡ് അറിയാമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് ലാഗിംഗ് ലോഡ് അറിയാൻ, കാണാൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. യെസ്.
അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. എന്താണ് ഫേസ് വോൾട്ടേജ്, എന്താണ് ഫേസ് കറണ്ട്, എന്താണ് ഫേസ്, അതുപോലെ തന്നെ ലൈൻ വോൾട്ടേജ് എന്താണ്, ലൈൻ കറണ്ട് ഏകദേശമൊക്കെ ധാരണ മനസ്സിലായല്ലോ. യെസ്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ പറയുന്ന വാട്ട് മീറ്റർ വെച്ചിട്ട് ശരിക്കും എങ്ങനെയാണ് നമ്മൾ പവർ മെഷർ ചെയ്യാൻ പോകുന്നത്. ഇനി തൊട്ടാണ് പവർ മെഷർമെന്റ് ഇതുവരെ നടന്നിട്ടില്ല. ഇനിയാണ് നമ്മൾ പവർ മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ പവർ മെഷർ ചെയ്യുന്ന ഫോർമുല ഞാനൊന്ന് കൊടുത്തേക്കാം. എല്ലാവരും വന്ന് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ദ പവർ മെഷേർഡ് ത്രൂ ദ വാട്ട് മീറ്റർ. ശരിക്കും പറഞ്ഞാൽ ആ പവർ മെഷർമെന്റ് ഒരു ഫോർമുല ഉണ്ട്, നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. പവർ മെഷർമെന്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ ദ വോൾട്ടേജ് അക്രോസ് ദ പ്രഷർ കോയിൽ. ഈ പ്രഷർ കോയിൽ, നമുക്കൊരു വാട്ട് മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രഷർ കോയിലും കറണ്ട് കോയിലും അല്ലേ. അപ്പോൾ ഒരു വാട്ട് മീറ്ററിന്റെ പ്രഷർ കോയിലിന്റെ അക്രോസ് എന്തുമാത്രം വോൾട്ടേജ് ആണ്. ഇത് നോക്കിക്കേ, ഈ പറയുന്ന പ്രഷർ കോയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഏതൊക്കെ രണ്ട് പോയിന്റ്സ് ആണ്, ഈ ആറും വൈഡ് ഇടയ്ക്ക്, അതിന്റെ അക്രോസ് ആ വോൾട്ടേജ് എത്രയാണ്, VPC. ദ വോൾട്ടേജ് അക്രോസ് ദ പ്രഷർ കോയിൽ, the current through the current coil and the cos of the angle between VPC ആൻഡ് ICC എന്ന് പറഞ്ഞാൽ EDM വാട്ട് മീറ്റർ പവറിനെ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, ദ വോൾട്ടേജ് അക്രോസ് ദ പ്രഷർ കോയിൽ, ദ കറന്റ് ത്രൂ ദ കറന്റ് കോയിൽ ആൻഡ് ദ കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വോൾട്ടേജ് കോയിൽ ആൻഡ് ദ കറന്റ് കോയിൽ. മനസ്സിലായല്ലോ. ഈ ഒരു ഫോർമുല മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഈ പറയുന്ന 3 ഫേസ് പവർ മെഷർമെന്റ് ബൈ 2 വാട്ട് മീറ്റർ മെത്തഡ് നിങ്ങൾക്ക് ഭയങ്കര ഈസിലി ചെയ്യാൻ പറ്റും. ഈ ഒരു ഒറ്റൊരു ഫോർമുലയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യെസ്. ഈ ഒരു സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞ വളരെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ കൂടി ഇനി ഏതെങ്കിലും സ്റ്റുഡൻസ് കേൾക്കാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എംസിഗ്മ ഗോകുലം ഒരു സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നുണ്ട്. ആൻഡ് ദ സ്കോളർഷിപ്പ് എമൗണ്ട് ഈസ് വർത്ത് 5 crore സ്കോളർഷിപ്പ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ 5 crore സ്കോളർഷിപ്പ് ശരിക്കും പറഞ്ഞാൽ രണ്ടായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. എംസിഗ്മ ഗോകുലം ഫ്രം ദ ഗോകുലം ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് പ്രോഗ്രാമുമായിട്ടാണ് വന്നേക്കുന്നത്. മനസ്സിലായി. എത്രയാണ് എമൗണ്ട്? 5 crore ആണ് എമൗണ്ട്. അതിനകത്തെ 2 crore എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്ക്ലൂസീവ്ലി ഫോർ എഡ്യൂക്കേഷണൽ ഗ്രാൻഡ് ആണ്. എന്ന് പറയാൻ നമ്മൾ ഈ സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അതിനകത്ത് ക്വാളിഫൈഡ് ആവുന്ന ടോപ്പ് 100 സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ അവരുടെ 4 വർഷത്തെ ബിടെക്കിലെ 4 വർഷത്തെ കോളേജ് ഫീസ് എംസിഗ്മ ഗോകുലം ഡയറക്ട്ലി പേ ചെയ്യുന്നതായിരിക്കും. മനസ്സിലായല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 crore എക്സ്ക്ലൂസീവ്ലി മാറ്റി വെച്ചേക്കുന്നത്. റെസ്റ്റ് ഓഫ് ദ 3 crore എന്ന് പറയുന്നത് അത് നമ്മുടെ 0 to infinity വേണ്ടി മാത്രമായിട്ടുള്ള സ്കോളർഷിപ്പ് എമൗണ്ട് ആണ്. കാരണം അതിലൂടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ സ്കോളർഷിപ്പ് എക്സാം എഴുതുന്നത് 10,000 സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ക്വാളിഫൈ ആവുന്ന 10,000 സ്റ്റുഡൻസിന് 0 to infinity പ്രോഗ്രാമിൽ കംപ്ലീറ്റ് ഫീ കൊടുക്കാതെ ഫീ വേവറോട് കൂടി നിങ്ങൾക്ക് 0 to infinity പ്രോഗ്രാം പർച്ചേസ് ചെയ്യാവുന്നതാണ്. മനസ്സിലായല്ലോ. നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. 10,000 സ്റ്റുഡൻസിനാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഫീ വേവറോട് കൂടി 0 to infinity ജോയിൻ ചെയ്യിപ്പിക്കുന്നത്? ബേസിക്കലി സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബിടെക്കിന് 2024 സ്കീമിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 0 to infinity എന്നുള്ള പ്രോഗ്രാം ആദ്യമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. ആ ഫസ്റ്റ് ബാച്ച് എന്ന് പറയുമ്പം അതിനകത്ത് മോർ ദാൻ 8,000 സ്റ്റുഡൻസ് ഓൾറെഡി, മനസ്സിലായല്ലോ, കേരളത്തിലുള്ള 8,000 സ്റ്റുഡൻസ് ഓൾറെഡി 0 to infinity പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് അവർ ബിടെക് ക്ലാസ്സസ് കാണുന്നു, ഗൈഡ് കോച്ചിങ് അവരെടുക്കുന്നു, AI കോഡിംഗ് പ്ലേസ്മെന്റ് സ്കിൽസ് എല്ലാത്തിന്റെ ട്രെയിനിങ് അവർ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ, ആദ്യത്തെ ഒരു ബാച്ച് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് നമ്മൾ കംപ്ലീറ്റ് ഫീ ആയിട്ടല്ല, ഫീ റിഡക്ഷനോട് കൂടിയിട്ടാണ് അവരെ ജോയിൻ ചെയ്യിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 crore സ്കോളർഷിപ്പ് പ്രോഗ്രാമുമായിട്ട് എത്തിയിരിക്കുന്നത്. എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്താണ്, അവർക്ക് 0 to infinity ഈ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഫീ വേവറോട് കൂടി നിങ്ങൾക്ക് പഠിക്കാം. മനസ്സിലായല്ലോ. കാരണം ഒരു സ്റ്റുഡൻറ്റ് പോലും ഏറ്റവും നല്ലോണം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു എഞ്ചിനീയർ ഒരിക്കലും എന്താണ് ഒരു തരത്തിലെ ബുദ്ധിമുട്ടുകൾ നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എംസിഗ്മ ഗോകുലം ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നേക്കുന്നത്. സോ മേക്ക് യൂട്ടിലൈസ് ഓൾ ദീസ് തിങ്സ്. നിങ്ങൾക്ക് വരുന്ന ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസിനെ മിസ് ചെയ്യാതിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കടന്നാലോ. യെസ്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ പവർ മെഷർമെന്റ് യൂസിങ് EDM വാട്ട് മീറ്ററിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ദ വോൾട്ടേജ് അക്രോസ് ദ പ്രഷർ കോയിൽ, ദ കറന്റ് ത്രൂ ദ കറന്റ് കോയിൽ ആൻഡ് ദ കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. ഓക്കെ അല്ലേ? യെസ്. ഇനിയാണ് നമ്മുടെ മെയിൻസ് കാര്യമിരിക്കും. നമുക്ക് ഈ ഒരു ഫിഗറിനെ ഒന്ന് കോപ്പി ചെയ്യണം. ഓക്കെ. യെസ്. എന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തു. 1 second. ഓക്കെ, എല്ലാവരും കണ്ടല്ലോ. യെസ്. ഇനി എല്ലാവരും പറഞ്ഞേ, ഇതാണ് നമ്മുടെ ആദ്യത്തെ വാട്ട് മീറ്റർ. ഇതാണ് W1,
ഇതാണ് W2. കണ്ടല്ലോ എല്ലാവരും? W1 എന്ന് പറഞ്ഞാൽ പവർ മെഷർമെന്റ്. ആ വാട്ട് മീറ്ററിന്റെയാണ് W1 എന്ന് പറഞ്ഞാൽ പവർ. ഈ പറയുന്ന W1ന്റെ പ്രഷർ കോയിൽ നിങ്ങൾ കണ്ടോ? അതെ, ഇതാണ് പ്രഷർ കോയിൽ. കണ്ടല്ലോ? യെസ്. ഈ പ്രഷർ കോയിൽ ഏതൊക്കെ രണ്ട് പോയിന്റ്സിന്റെ ഇടയ്ക്കാണ്, ഏത് രണ്ട് ലൈനിന്റെ ഇടയ്ക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്? ഈ പറയുന്ന ആറിന്റെ ഇടയ്ക്കും വൈന്റെ ഇടയ്ക്കും. ദാറ്റ് മീൻസ് ആസ് പെർ ദ ഇക്വേഷൻ വോൾട്ടേജ് അക്രോസ് ദ പ്രഷർ കോയിൽ എന്ന് പറഞ്ഞാൽ VRY. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഈ പറയുന്ന W1 വാട്ട് മീറ്ററിന്റെ കറന്റ് കോയിൽ നോക്കിക്കേ. ആ കറന്റ് കോയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് എന്താണ്? IR. യെസ്. And the cos of the angle between VRY and IR. ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. കേട്ടല്ലോ? ഇനി വേണ്ടവർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കോളേജിൽ തീറ്റ എന്ന് എഴുതിക്കോ, പക്ഷെ തീറ്റ എന്താന്ന് പറഞ്ഞാൽ അത് വേറെ ആരുമല്ല, ഈ പറയുന്ന VRYയും IRും ഈ വോൾട്ടേജും ഈ കറന്റേയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ക്ലൂസീവ്ലി ഇങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളത്. ഇനി എല്ലാവരും വന്നേ, രണ്ടാമത്തെ വാട്ട് മീറ്റർ W2 കണ്ടോ? അപ്പൊ W2 എവിടെയാ? W2 എവിടൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? അവിടെ പ്രഷർ കോയിൽ എവിടെ കണക്ട് ചെയ്തത്? ഇതാണ് പ്രഷർ കോയിൽ. എല്ലാവരും മനസ്സിലാക്കിയോ? പ്രഷർ കോയിൽ ഇങ്ങനെ റെസിസ്റ്റൻസ് പോലെ കൊടുത്തേക്കുന്നതാണ്. അത് കണക്ട് ചെയ്തിരിക്കുന്നത് മിസ്സേ ഈ പറയുന്ന B എന്നുള്ള ലൈനും Y എന്നുള്ള ലൈനിന്റെ ഇടയ്ക്ക്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? VBY എന്നെടുക്കും. എന്നിട്ട് കറണ്ട് എത്രയാണ്? അയ്യോ, നമ്മൾ ആ കറണ്ട് കോയിൽ കൊടുത്തില്ലല്ലോ. ഇതാണ് നമ്മുടെ IB. ഓക്കെ ആണല്ലോ? യെസ്. IB എന്നുള്ള കറണ്ട് ആൻഡ് ദ കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ VBY ആൻഡ് IB. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ. ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പം നിങ്ങൾക്ക് ഒട്ടുമിക്ക തവണയും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്കായാലും സീരീസിനായാലും എപ്പോഴും നിങ്ങൾക്ക് ഈ പറയുന്ന VRY എന്താണ്? ലൈൻ വോൾട്ടേജ് ആണ്. ഈ പറഞ്ഞ VBY എന്താണ്? ലൈൻ വോൾട്ടേജ് ആണ്. നിങ്ങൾക്ക് എക്സാമിനകത്ത് എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ പറയുന്ന ലൈൻ വോൾട്ടേജും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലൈൻ കറണ്ടും ഒക്കെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡഡ് ആയിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? ലൈൻ വോൾട്ടേജ് എത്രയാണ്? 400 വോൾട്ട്, 440 വോൾട്ട് എന്നൊക്കെ നിങ്ങൾക്ക് തരും. അതുപോലെ ലൈൻ കറണ്ട് 10 ആംപിയർ, 5 ആംപിയർ, അതൊക്കെ ലൈൻ കറണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ ഈ തരുന്ന ലൈൻ വോൾട്ടേജ് ആയാലും ലൈൻ കറണ്ട് ആയാലും എല്ലാത്തിന്റെ വാല്യൂ എന്ത് വാല്യൂ ആണ്? മീൻ വാല്യൂ അല്ല, RMS വാല്യൂ ആണ്. മനസ്സിലായല്ലോ? എപ്പോഴും ഓർത്തോളൂ, RMS വാല്യൂ ആണ്. മനസ്സിലായല്ലോ? യെസ്. അതാണ് കാരണം. എന്താണ് നമുക്കിപ്പോൾ ഇക്വേഷൻ അത് ഫോർ എക്സാമ്പിൾ അവർ ജസ്റ്റ് തന്നു. ഇപ്പം വോൾട്ടേജ് എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കിക്കോളൂ. ലൈൻ വോൾട്ടേജ് ഇങ്ങനെയാണ് തന്നത്. ലൈൻ വോൾട്ടേജ് ഈക്വൽസ് ടു 400 sin ωt എന്ന് തന്നു വെച്ചു. അപ്പൊ ഇത് എന്ത് വോൾട്ടേജ് ആണ്? ഇതാണ് മീൻ വോൾട്ടേജ്. ഇത് RMS ആണോ? ഒരിക്കലുമല്ല. RMS എന്ന് പറഞ്ഞാൽ VRMS VM/√2 ആണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, അവർ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ അത് ചിലപ്പോൾ അവർ ഡയറക്ട്ലി തരും. VL എന്ന് പറഞ്ഞാൽ ഇതിന്റെ അക്രോസ് ഇങ്ങനെ 400 വോൾട്ട് എന്ന് എഴുതി തരും. അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ലൈൻ വോൾട്ടേജ് തന്നെ ആയിരിക്കും. അത് ഡയറക്ട്ലി ഒട്ടുമിക്ക ക്വസ്റ്റ്യനകത്തും RMSൽ തന്നെ ആയിരിക്കും തരും. ഇനി അഥവാ അവർ RMSൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ അവർ RMSലോട്ട് കൺവേർട്ട് ചെയ്തോണം. കേട്ടല്ലോ? ഈ ഒക്കെ കീ പോയിന്റ്സ് മറക്കരുത്. നിങ്ങൾ ഈ കീ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെച്ചോണം. അപ്പൊ എന്താണ് സംഭവിച്ചത്? അവർ നമുക്ക് ലൈൻ വോൾട്ടേജും ലൈൻ കറണ്ടും ഒക്കെ തരും. അപ്പൊ നമുക്ക് ഈ വാട്ട് മീറ്ററിനകത്തുനിന്ന് ഈ ഇക്വേഷനകത്തുനിന്ന് പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതും മിക്കവാറും തരും, അതുപോലെ തന്നെ ഇതും തരും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണ്? ഈ പറയുന്നത് എന്താണ് ഇതിനകത്ത് ഇനി കണ്ടുപിടിക്കാനുള്ളത്? ദ കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. ഈ പറയുന്ന ലൈൻ വോൾട്ടേജും ലൈൻ കറന്റിന്റെയും ഇടയിലുള്ള ആംഗിൾ മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ചുമതല. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? തിയറട്ടിക്കലി കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും സിമ്പിളും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതും എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ആംഗിളിനെ കണ്ടുപിടിക്കാൻ വേണ്ടി യു ഹാവ് ടു ഫോളോ വാട്ട്? ഫേസർ ഡയഗ്രാം വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഫേസർ ഡയഗ്രാമിലോട്ട് പോയാലോ? യെസ്. അപ്പൊ എവിടെ പോയി? നമ്മൾ ഇനി കടക്കാൻ പോവാണ് നമ്മുടെ ഫേസർ ഡയഗ്രാം. ഓക്കെ, യെസ്. ഇതാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടേ ഉള്ളൂ, നമ്മുടെ 3 ഫേസ് സിസ്റ്റത്തിനകത്ത് എന്താണ് പ്രത്യേകത? 3 വോൾട്ടേജസ് ഉണ്ട്. 3 വോൾട്ടേജിനും സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, സെയിം ഫ്രീക്വൻസി ആണ്, പക്ഷെ അവിടെ ഫേസിൽ മാത്രമാണ് വ്യത്യാസം. ഏതൊക്കെയാണ് വോൾട്ടേജസ്? VR. ഓക്കെ, VR എന്ന് നമുക്കൊന്ന് എഴുതിയാലോ? നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതിയാലോ? യെസ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടോട്ടൊന്ന് എഴുതാം. VR എന്ന് പറഞ്ഞാൽ VM sin ωt. VY എന്ന് പറഞ്ഞാൽ VM sin of ωt minus 120 ഡിഗ്രി. VB എന്ന് പറഞ്ഞാൽ VM sin of ωt minus 240 ഡിഗ്രി. കണ്ടല്ലോ? ഇതാണ്. ഇതൊരിക്കലും മറക്കരുത്. മനസ്സിലായി? ഈ സീക്വൻസും മറക്കരുത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഫേസർ ഡയഗ്രാം അല്ലെങ്കിൽ വെക്ടർ ഡയഗ്രാം വരയ്ക്കും. ആദ്യമേ നമ്മൾ വരയ്ക്കേണ്ടത് എന്താണ്? ഈ പറയുന്ന VR. നോക്കിക്കോ, VR. ഫേസർ ഡയഗ്രാം അല്ലെങ്കിൽ വെക്ടർ ഡയഗ്രാമിനകത്ത് വെറുതെ വരച്ചിട്ട് കാര്യമില്ല, സ്കെയിലും പെൻസിലും വെച്ചിട്ട് തന്നെ വരയ്ക്കണം.
കാരണം വരച്ചത് തെറ്റിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നതും തെറ്റായിരിക്കും. അതുകൊണ്ട് മടിയന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, പെൻസിലും സ്കെയിലും വെച്ച് തന്നെ വേണം വരയ്ക്കാൻ, അല്ലാതെ ഉറപ്പം മട്ടിൽ വരച്ചാൽ മാർക്ക് കിട്ടൂല, തെറ്റും. കേട്ടല്ലോ? യെസ്. അപ്പൊ നോക്കിക്കോ, ഇതാണ് നമ്മുടെ VR. നമുക്ക് വരച്ചാലോ? VR എന്ന് അടയാളപ്പെടുത്താം. യെസ്. VR എന്നും പെടുത്താം, അല്ലെങ്കിൽ VRN എന്നും പെടുത്താം, കുഴപ്പമില്ല. അടുത്ത എന്താണ്? VY എന്ന് പറഞ്ഞാൽ VM സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് 120 ഡിഗ്രിയാ. മൈനസ് ആണ്, ഡിലേഡ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, ആരെയും ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്കും അടുത്ത മൈനസ് ആംഗിൾ, ഡിലേഡ് ആംഗിൾ വരയ്ക്കുമ്പോൾ ക്ലോക്ക് വൈസ് വേണം പോകാനായിട്ട്. എല്ലാവരും പറഞ്ഞേ, ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ദേ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ നമ്മളിത് വരയ്ക്കുമ്പോഴത്തേക്ക് നോക്കിക്കോ, ഇത് ഏകദേശം നോക്കിക്കോ, ഈ ലൈൻ കണ്ടോ നിങ്ങൾ? ഞാൻ നല്ല വൃത്തിക്ക് വരച്ച് കാണിക്കുവാണ്, അപ്പൊ സൂക്ഷിച്ചോണം. ഈ ലൈൻ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി വരച്ചേക്കുവാണ്. ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. VY എന്ന് പറഞ്ഞാൽ എന്താണ്? VM സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് 120 ഡിഗ്രി. എല്ലാവരും നോക്കിക്കോ, VR ആണ് നമ്മുടെ റെഫറൻസ്. നിങ്ങൾ അത് മനസ്സിലാക്കണം കേട്ടോ. VR, കാരണം VR എന്ന് വെച്ചാൽ VM സൈൻ ഒമേഗ ടി, ആ ഒരു ലൈൻ, ആ ലൈനിനെ വെച്ചിട്ടാണ് ബാക്കി റെഫറൻസ് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ VY എന്ന് പറഞ്ഞാൽ VM സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് 120 ഡിഗ്രി. മൈനസ് എന്ന് പറഞ്ഞാൽ താഴോട്ട് വരും. അപ്പൊ ഇതാണ് എപ്പോഴും നോക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഈ ക്വാഡ്രന്റ് പഠിച്ചിട്ടില്ല? ക്വാഡ്രന്റ് സിസ്റ്റം. യെസ്. അപ്പൊ അതേ നോക്കിക്കോ, ഇതാണ് നമ്മുടെ 0, ഇതാണ് പോസിറ്റീവ് 90, ഇതാണ് പോസിറ്റീവ് 180 ഡിഗ്രി, ഇതാണ് 270 ഡിഗ്രി. മനസ്സിലായല്ലോ? ഈ ഡയറക്ഷനെയാണ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ക്ലോക്ക് ഇങ്ങനെയാണോ തിരിയുന്നത്? അല്ലല്ലോ, നമ്മുടെ ക്ലോക്ക് ഇങ്ങനല്ലേ തിരിയുന്നത്. ഈ ഒരു ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ്. ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് 90 ഡിഗ്രി, ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ ഇത് മൈനസ് 180 ഡിഗ്രി, ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ ഇത് മൈനസ് 270 ഡിഗ്രി. മനസ്സിലായല്ലോ? അപ്പം എല്ലാവരും നോക്കിക്കോ, എവിടെ പോയി? നമ്മുടെ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ മൈനസ് 90. അപ്പം മൈനസ് 120 എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങോട്ട് വരും. ഒരു ധാരണയിലൊക്കെ വരയ്ക്കണം, കേട്ടല്ലോ? അപ്പം മൈനസ് 120 എന്ന് പറയുമ്പം ഏകദേശം ഇത്രയ്ക്കും വരും. കാരണം എന്താണ്? ഈ 90ന്റെ പകുതി എന്ന് പറയുമ്പോൾ 45 ആണ്, അല്ലെ? അപ്പൊ എത്രയ്ക്കായാലും പകുതിയിൽ വെച്ച് വരയ്ക്കരുത് എന്നുള്ള ധാരണ കിട്ടുമല്ലോ. അപ്പം ഇതാണ് നമ്മുടെ VY. ഈ ആംഗിളിനെ നമ്മൾ കൊടുക്കുന്നത് എത്രയാണ്? 120 ഡിഗ്രി ആയിട്ട്. മറക്കല്ലേ? യെസ്. ഇനി അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് VB എന്ന് പറഞ്ഞാൽ VM സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് 240 ആണ്. അത് വരയ്ക്കാൻ പാടുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ VB എന്ന് പറഞ്ഞാൽ VM സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 120 ആണ്. കാരണം മൈനസ് 240 എന്ന് പറഞ്ഞാൽ പ്ലസ് 120ക്ക് തുല്യമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് വരയ്ക്കാമല്ലോ. യെസ്. അപ്പം നോക്കാം നമുക്ക്, ഏകദേശം ഇങ്ങോട്ട് പോയി. ഏകദേശം ഇത്രയൊക്കെയല്ലേ വരത്തുള്ളൂ, അതല്ലേ വരയ്ക്കാൻ എളുപ്പം. യെസ്. ഇതാണ് നമ്മുടെ VB എന്ന് പറയുന്ന ആള്. അപ്പം ഇതാണ് മൈനസ് 120, ഇതാണ് മൈനസ് 240. മനസ്സിലായല്ലോ? അപ്പൊ ഞാനൊന്ന് വരച്ചോട്ടെ. ഇതാണ് മൈനസ് 240. അപ്പം വരയ്ക്കുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ മൈനസ് 240 ഡിഗ്രി. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ എന്തൊക്കെ വരച്ചു? ഫേസ് വോൾട്ടേജസിനെ വരച്ചു. ഓക്കെ അല്ലേ? VR, VY, VY. ഇനി എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത്? മെഷർമെന്റ് ഓഫ് 3 ഫേസ് പവർ ഇൻ എ സ്റ്റാർ കണക്റ്റഡ് ബാലൻസ്ഡ് ലാഗിംഗ് ലോഡ് ആണ്. ലാഗിംഗ് ലോഡിന്റെ പ്രത്യേകത എന്താണ്? ഫേസ് വോൾട്ടേജ് ആയിരിക്കും ഫേസ് കറണ്ടിനെക്കാട്ട് ലീഡ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് കറണ്ട് എവിടാ വരിക എന്നറിയാവോ? നമുക്ക് വേറൊരു ഇങ്ക് എടുക്കാം. നമ്മുടെ ഫേസ് കറണ്ട് ലാഗ് ചെയ്യുവാണ്, വോൾട്ടേജ് ലീഡ് ചെയ്ത്. എപ്പോഴും നോക്കിക്കോ, ലാഗിങ് ആംഗിൾ താഴോട്ടും ലീഡിങ് ആംഗിൾ മുകളിലോട്ടും. അപ്പൊ ലാഗിങ് എന്ന് പറയുമ്പോൾ താഴോട്ടല്ലേ? അപ്പൊ ഇവിടുന്ന് ഒരു പോയിന്റ് എടുത്താൽ ഇതാണ് നമ്മുടെ ഫേസ് കറണ്ട്. മനസ്സിലായല്ലോ? യെസ്. ഇതാണ് നമ്മുടെ IR. അപ്പൊ ഒരു സ്റ്റാർ കണക്റ്റിനകത്ത് ഫേസ് കറണ്ടും ലൈൻ കറണ്ടും ഒക്കെ സെയിം തന്നെയാണ്. ഇവർ തമ്മിലുള്ള ആംഗിൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഫൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് എന്തെടുക്കാം? IY-നെ എടുക്കാം. ഓക്കെ ആണോ? യെസ്. അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് എന്തെടുക്കാം? നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റണം കേട്ടോ, നല്ലോണം കൊടുക്കണേ. ഇതാണ് നമ്മുടെ IB, ഇതാണ് നമ്മുടെ IY, ഇതാണ് നമ്മുടെ IB. ഇവർ തമ്മിലുള്ള ആംഗിൾ ഫൈ, ഇവർ തമ്മിലുള്ള ആംഗിൾ ഫൈ. ഇതാണ് ഒരു വെക്റ്റർ ഡയഗ്രാം അല്ലെങ്കിൽ ഫേസർ ഡയഗ്രാമിന്റെ ബേസിക് എന്ന് പറയുമ്പോൾ. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനെ ഒന്ന് കോപ്പി ചെയ്യാം. അപ്പൊ ഇതെല്ലാവരും ഓർത്ത് വെച്ചോണം. ഇതിനെ ഒന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് ഞാൻ മെയിൻ ആയിട്ട് ഇവിടാണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? 1 സെക്കൻഡ്. യെസ്. ഓക്കെ അല്ലേ? നല്ലോണം മനസ്സിലായല്ലോ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ W1 എത്ര? W1 എന്ന് വെച്ചാൽ VRY-യും IR. അപ്പൊ IR-നെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വിചാരിച്ചാൽ ഇതിനകത്തുനിന്ന് കുറച്ച് ആൾക്കാരെ അങ്ങ് മാറ്റാൻ പോവാണ്.
കേട്ടല്ലോ. എന്തിനാണ്? നമ്മുടെ മൊത്തത്തിൽ ആ കൺജഷൻ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ആ കൺജഷൻ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആൾക്കാരെയൊക്കെ മാറ്റുന്നത്. നിങ്ങൾക്ക് വരയ്ക്കേണ്ട രീതി മനസ്സിലായല്ലോ? യെസ്. എന്നിട്ട് നമുക്ക് ഈ 240നെയും കൂടെ അങ്ങ് മാറ്റിക്കളയാം. ഓക്കെ, ജസ്റ്റ് ഈ 120 മാത്രം ഇവിടെ ഇരിക്കട്ടെ. എന്തിനാണെന്ന് മനസ്സിലായി? കാരണം നമുക്ക് IR മാത്രം മതി. ഈ വെക്റ്റർ ഡയഗ്രാം അല്ലെങ്കിൽ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ മൊത്തത്തിൽ കുളവായി കഴിഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. കാരണം നിങ്ങൾ മനസ്സിലാക്കും, അയ്യോ ഇത് വരയ്ക്കാൻ എന്തുമാത്രം സ്റ്റെപ്സ് വേണം, ആ സ്റ്റെപ്പിലൂടെ ഫോളോ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവത്തുള്ളൂ. കേട്ടല്ലോ? അപ്പം നമ്മുടെ ആദ്യത്തെ വാട്ട് മീറ്ററിന്റെ ഇക്വേഷൻ എടുക്കാം. W1 ഇങ്ങനെ ചെറുതായിട്ട് എഴുതാം. VRYയും IRും അല്ലേ ഉള്ളടോ? VRYയും IRും കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം. തൽക്കാലത്തേക്ക് ഇങ്ങനെ എഴുതുന്നു. അത് തന്നെയല്ലേ ഞാൻ വാട്ട് മീറ്ററിനെ എവിടെ കണക്ട് ചെയ്യുന്നത്? ആറിന്റെയും വൈയുടെ ഇടയ്ക്ക്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ VRY എല്ലാവരും വന്ന് ഇനി നമ്മൾ വരയ്ക്കാൻ പോവാണ്. VRY എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? VR പ്ലസ് ഓഫ് മൈനസ് VY. അപ്പൊ നമുക്ക് VR ഉണ്ട്, പക്ഷെ മൈനസ് VY ഇല്ല. അയ്യോ, അതെന്ത് ചെയ്യും? നമ്മൾ ഈ VYനെ നേരെ ഓപ്പോസിറ്റ് ഒരു ലൈൻ വരയ്ക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ഈ ഫിഗറിനെ ഒന്ന് താഴോട്ട് കൊണ്ടുവന്നോട്ടെ. സ്ഥലം വേണം കേട്ടോ, അതാണ് കാര്യം. അപ്പം VYക്ക് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. ദേ ഇതാണ് VY എങ്കിൽ മൈനസ് ഓഫ് VY എന്ന് പറയുമ്പം നേരെ അവരുടെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് വന്നില്ലേ? യെസ്. ഇതാണ് മൈനസ് VY എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് മിസ് ചെയ്തിന്റെ ആംഗിൾ എങ്ങനെയാണ്? ഏകദേശം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഇങ്ങോട്ട് വല്ലതും വരണോ? ഇല്ലില്ല, കറക്റ്റ് ആണല്ലേ? കറക്റ്റ് ആണ്. കറക്റ്റ് അല്ലേ? യെസ്, കറക്റ്റ് ആണ്. അതാണ് നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ എത്രയാണ് അത് കണ്ടുപിടിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. എവിടെ നോക്കിക്കേടോ, ഇതാണ് ഈ VRും VYയുടെ ഇടയ്ക്കും 120 ഡിഗ്രിയാണ്. അപ്പൊ മൈനസ് VY എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഈ VBയുടെയും VRന്റെയും നടുക്കോട്ടായിരിക്കും കയറുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എത്രയാണെന്നറിയോ? 60 ഡിഗ്രിയാണ്. ഇനി ആർക്കെങ്കിലും ഇതിനകത്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, മൈനസ് ഓഫ് VY എന്ന് പറഞ്ഞാൽ VYയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവർ ശരിക്കും പറഞ്ഞാൽ VBയുടെയും VRന്റെയും നടുക്കോട്ടായിരിക്കും കയറുന്നത്. വെച്ചാൽ അവിടെ 60 ഡിഗ്രിയാണ്. ഇത് എന്തുകൊണ്ടാണ് മിസ്സേ? പലയിടത്തും ഇത് പറയാറില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് വന്നിട്ട് ശ്രദ്ധിച്ച്, ഇതൊരു പോയിന്റ് ആണെന്ന് വെച്ചോ. ആണേ ഇവിടെ ഞാൻ ഇങ്ങനത്തെ ഒരു ലൈൻ വരച്ചു. ഈ ലൈനിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ ലൈൻ എന്തുവാ? ഈ ലൈൻ ഇങ്ങോട്ട് പോവാ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല, ഇങ്ങോട്ട് പോകുന്നതിന്റെ ഓപ്പോസിറ്റ് അങ്ങോട്ട് പോകുന്നു. അത് അങ്ങോട്ട് പോകുന്ന ഒരു ലൈൻ ആയിരിക്കും. ഇതാണ് നമ്മുടെ മെയിൻ ലൈൻ. മനസ്സിലായല്ലോ? ഇതിനെ നമ്മൾ VX എന്നും കൊടുക്കുന്നു. ഇതായിരിക്കും നമ്മുടെ മൈനസ് ഓഫ് VX എന്ന് പറയാം. ഈ VXന്റെ ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രിയാണ്. അപ്പൊ ഈ മൈനസ് VX എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ VXനെ നേരെ 180 കറങ്ങുമ്പോഴാണ്, മനസ്സിലായല്ലോ? VX ഇങ്ങനത്തെ ലൈനാ. ആ ലൈനെ ഇങ്ങനെ പിടിച്ച് 180 ഡിഗ്രി കറക്കുമ്പോഴായിരിക്കും ഈ ഒരു ഡയറക്ഷൻ വരുന്നത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. മനസ്സിലായല്ലോ? 180 ഡിഗ്രി കറക്കുമ്പോഴാണ്. അപ്പൊ നോക്കിക്കേ, ഇവിടുന്ന് 180 ഡിഗ്രി ആഡ് ചെയ്യുമ്പോഴാണ് മൈനസ് ഓഫ് VX നമുക്ക് കിട്ടുന്നത്. അപ്പം എല്ലാവരും പറഞ്ഞോ, VY എന്ന് പറഞ്ഞാൽ VM ഓഫ് സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് 120 ആണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് ഓഫ് VY എന്ന് പറഞ്ഞാൽ VM ഓഫ് സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് 120 പ്ലസ് 180. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് VY എന്ന് പറഞ്ഞാൽ VM ഓഫ് സൈൻ ഓഫ് മൈനസ് 120 പ്ലസ് 180 ഇറ്റ്സ് പ്ലസ് 60 ഡിഗ്രി. ഇനി എല്ലാവരും വന്നേ, ഞാൻ പ്ലസ് അല്ലേ? കണ്ടോ? VRന്റെ മുകളിലോട്ടല്ലേ വന്നേക്കുന്നത്? എക്സാക്ട്ലി. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ? ലോജിക്കലി തിങ്ക് ചെയ്യൂ. എഞ്ചിനീയേഴ്സ് ആണ്, ലോജിക്കലി തിങ്ക് ചെയ്താലേ കാര്യമുള്ളൂ. അപ്പൊ എന്ത് സംഭവിച്ചു? VY എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി വന്നു. ഇനി അപ്പൊ നമ്മുടെ കയ്യിൽ VR ഉണ്ട്, മൈനസ് VY ഉണ്ട്. അപ്പൊ VRY എന്ന് പറഞ്ഞാൽ എന്താണ്? റിസൾട്ടന്റ് കണ്ടുപിടിക്കുക. റിസൾട്ടന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അറിയോ? അതിന്റെ ഒരു ഷോർട്ട് കട്ട് ടെക്നിക്ക് എന്ന് പറയുമ്പം നമ്മൾ എന്താ എടുക്കാന്ന് വെച്ചാൽ, നമുക്ക് ആരുടെയൊക്കെ ഇടയിലുള്ള റിസൾട്ടന്റ് ആണ് VRും മൈനസ് VY. അപ്പൊ VYയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ലൈൻ കണ്ടോ, നമ്മൾ എപ്പോഴും നോക്കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്കെയിൽ എടുത്തിട്ട് ഈ ലൈൻ കണ്ടോ, ഈ ലൈനിന് പാരലലി നമ്മൾ മുന്നോട്ട് പോകുന്നത് വെച്ചാൽ ഈ ഒരു പോയിന്റ് എടുക്കണം. ഈ ഒരു പോയിന്റ് എടുത്തിട്ട് നമ്മൾ ഈ ഡയറക്ഷനിൽ മുന്നോട്ട് പോകണം. മനസ്സിലായല്ലോ? എല്ലാവരും നോക്കിക്കോ. ഈ ലൈനും പാരലൽ. അതെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു പോയിന്റിൽ തുടങ്ങണം. ഈ ഒരു പോയിന്റ് എടുത്തിട്ട് ഈ ലൈനിന്റെ പാരലലി പോകണം. മനസ്സിലായല്ലോ? യെസ്. ഇതാണ് ഒരെണ്ണം. ഈ എണ്ണം. എന്നിട്ട് നമ്മൾ ഈ VR എടുക്കുവേ. ഈ VRന്റെ ടെയിലെൻഡ് എടുത്തിട്ട് നമ്മൾ ഈ ലൈൻ കണ്ടോ, ഈ ലൈനിന് പാരലലി നമ്മൾ മുന്നോട്ട് പോകണം. ഏകദേശം നല്ല വൃത്തിക്ക് മുന്നോട്ട് പോകണം കേട്ടോ. പാരലലി തന്നെ പോണേ. അപ്പം ഇവിടെ ഏകദേശം ഇങ്ങനെ വരും. 1 സെക്കൻഡ്, നമുക്കൊന്ന് താഴോട്ട് കൊണ്ടുവരാം. കാരണം ഇത് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യമില്ല. മനസ്സിലായല്ലേ? കുറച്ച് കണ്ടല്ലോ.
കണ്ടോ? യെസ്, ഇതാണ് കാര്യം. മനസ്സിലായല്ലോ? ഈ മൈനസ് വി വൈ നിന്നുകൊണ്ട് വി ആറിന് പാരലായിട്ടുള്ള ലൈനെ വരയ്ക്കണം. ഈ വി ആർ നിന്നുകൊണ്ട് മൈനസ് വി വൈയുടെ പാരലായിട്ടുള്ള ലൈൻ വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇവരെ ഇന്റർസെക്ട് ചെയ്യിപ്പിക്കണം. ഈ ഒരു കോമൺ പോയിന്റ്. യെസ്, ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് ആയിട്ടുള്ള വി ആർ വൈ എന്ന് പറഞ്ഞാൽ. കിട്ടിയോ? വി ആർ പ്ലസ് മൈനസ് വി വൈ ആണ്. മനസ്സിലായാലും അങ്ങനെയാണ് നമുക്ക് വി ആർ വൈ കിട്ടുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് കാണും, മിസ്സേ മൈനസ് വി വൈ എങ്ങനെ വരയ്ക്കും? വി വൈ ഈ ഡയറക്ഷനാണ്, നേരെ ഓപ്പോസിറ്റ് മൈനസ് വി വൈ. മനസ്സിലായി? ഇങ്ങോട്ട് പോകുന്നവന്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് പോകുന്നതാണ്. ആ ഓപ്പോസിറ്റ് കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞ് വരയ്ക്കുന്ന രീതി ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞ. ഇനി നോക്കിക്കേ, വി ആർ വൈ ഈ പറഞ്ഞ മൈനസ് വി വൈയുടെയും വി ആറിന്റെയും തൊട്ട് നടുക്കാണ്. അതിന്റെ അർത്ഥം ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഇത് 30 ഡിഗ്രി. ഈ ആംഗിൾ എത്ര ആയിരിക്കും? 30 ഡിഗ്രി. ഓൾറെഡി നമുക്കറിയാം വി ആറിന്റെയും ഐ ആറിന്റെയും ഇടയിലുള്ള ആംഗിൾ എത്ര ആയിരുന്നു? 5 ആയിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞത് ആംഗിൾ ബിറ്റ്വീൻ വി ആർ വൈ ആൻഡ് ഐ ആർ. വി ആർ വൈ ദേ ഇവിടെ കിടക്കുന്നു, ഐ ആർ ഇവിടെ കിടക്കുന്നു. ഈ ആംഗിൾ 30 ഡിഗ്രി, ഈ ആംഗിൾ 5. അപ്പൊ മൊത്തത്തിലുള്ള ഈ ആംഗിൾ എത്രയാണ്? 30 + 5. ദാറ്റ്സ് ഇറ്റ്. കാര്യം കഴിഞ്ഞു. അപ്പൊ W1 എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞേ? W1 എന്ന് പറഞ്ഞാൽ വി ആർ വൈ, ഓക്കെ, ഐ ആർ, കോസ് ഓഫ് ദ ആംഗിൾ എത്രയാണ്? അവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? കോസ് ഓഫ് 30 + 5. അപ്പൊ W1 എന്ന് പറഞ്ഞാൽ വി ആർ വൈ എന്ന് പറഞ്ഞാൽ എന്ത് പാടോ? ലൈൻ വോൾട്ടേജ്. ഐ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ലൈൻ കറണ്ട്, ഫേസ് കറണ്ട് ഒന്ന് തന്നെയാണ്. അപ്പം IL കോസ് ഓഫ് 30 + 5. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് W1ന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ ആണോ? ഇനി നമുക്ക് W2 കണ്ടുപിടിച്ചാലോ? അപ്പൊ W2 ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതേ ഫിഗറിനകത്ത് കണ്ടുപിടിക്കാതെ ഞാൻ വേറെ വെച്ചാൽ ആ വെക്ടർ ഡയഗ്രാമിൽ മാറ്റം കൊണ്ടുവരികയാണ്. കാരണം ഇതിനകത്ത് തന്നെ ആകുമ്പോഴത്തേക്ക് കുറച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരയ്ക്കുമ്പോൾ വൃത്തിക്ക് വരയ്ക്കുകയാണോ കുഴപ്പമില്ല. നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ വൃത്തിക്ക് തന്നെ നമുക്ക് വരച്ചു തുടങ്ങാം. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത നമ്മുടെ W2 ആണ്. രണ്ടാമത്തെ വാട്ട് മീറ്ററിന്റെ റീഡിംഗ് എന്ന് പറയുമ്പം VBY × IB ആൻഡ് ദ കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ വല്ല പണം തന്നെ ചെയ്യുമോ? ഒന്ന് ചെയ്ത് കാണിച്ചു തരാം കേട്ടല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ആ ഫേസർ ഡയഗ്രാം അതുപോലെ തന്നെ വരച്ചു. നിങ്ങൾ നോക്കിക്കാൻ ഞാൻ ബാക്കിയുള്ളതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്തു. കാരണം നിങ്ങൾ കാണുമ്പോൾ പേടിക്കാതിരിക്കാൻ വേണ്ടി. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ VBY, അപ്പൊ നമുക്ക് VB ഉണ്ട്. ഇനി നമുക്ക് എന്താണ് VBY എന്ന് പറഞ്ഞാൽ VB പ്ലസ് മൈനസ് ഓഫ് വി വൈ ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വി വൈയുടെ നേരെ ഓപ്പോസിറ്റ് എടുക്കണം. ഓക്കെ ആണോ? യെസ്, ഏകദേശം ഇത്രയും വന്നു. ഓക്കെ, യെസ്. ഇതാരാണ്? നമ്മുടെ മൈനസ് ഓഫ് വി വൈ. അപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ ഇത് എത്ര ആംഗിൾ ആണ്? 60 ഡിഗ്രി. ഇതും എത്രയാണ്? 60 ആണ്. ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് അറിയാമല്ലോ? ഓൾറെഡി പഠിപ്പിച്ചതാ. ഓക്കെ ആണല്ലോ? യെസ്. അതാണ് നമ്മുടെ മൈനസ് വി വൈയും വി ബിയും മൈനസ് വി വൈയുടെ ഇടയ്ക്കുള്ള ആംഗിൾ 60 ഡിഗ്രി ആണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് റിസൾട്ടന്റ് വരയ്ക്കണം. റിസൾട്ടന്റ് വരയ്ക്കുന്നത് എങ്ങനെയായിരുന്നു? അപ്പൊ ഞാൻ ഡോട്ടഡ് ലൈൻ എടുക്കുന്നു. ഈ പറയുന്ന വി ബി എന്നുള്ള പോയിന്റിനെ ടെയിൽ എൻഡ് വെച്ചിട്ട് ഇതിന് പാരലായിട്ട് ലൈനെ വരയ്ക്കുന്നു. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ധാരണ വേണം ആ പാരലിസം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ ആണോ? യെസ്. എന്നിട്ട് മൈനസ് വി വൈ പോയിട്ട് ഇതിന്റെ പാരലായിട്ടുള്ള ലൈനെ നോക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഏകദേശം നമുക്ക് ഈ ഒരു അറ്റത്തോട്ട് കൊണ്ടുവരും. ഏകദേശം പാരലലി കിട്ടിയില്ലേ? നോക്കിക്കേ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഒരു ലൈനെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്തോട്ടെ. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് കാര്യങ്ങൾക്കൊരു ധാരണ ഇച്ചിരി ഒന്ന് ഷോർട്ട് ചെയ്യാം. കാരണം എന്താന്ന് പറയുമ്പം ഇതിന് കറക്റ്റായിട്ട് പാരലലി നമുക്ക് സാധനം കിട്ടണം. ഓക്കെ ആണല്ലോ? എവിടെ പോയി? ഈ എക്സാക്ട് സെന്ററിൽ വന്നു. എന്നിട്ട് ഈ ലൈനിനെ ഒന്ന് ഞാൻ എലിമിനേറ്റ് ചെയ്തോട്ടെ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിന് പാരലലി വരയ്ക്കുന്നത് ഇവിടം വെച്ച്. ഓക്കെ, ഓക്കെ ആണല്ലോ? യെസ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ ഇതിന്റെ ഈ ഒരു പോയിന്റിൽ നിന്നും നേരെ എങ്ങോട്ട് വരയ്ക്കുന്നു? ദേ ഇവിടോട്ട് വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ? യെസ്. ഇതാണ് നമ്മുടെ എന്ത്? VBY. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? വി ബി എടുത്തു, മൈനസ് വി വൈ എടുത്ത്. റിസൾട്ടന്റ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? വി ബിയുടെ ടെയിൽ എൻഡ് വെച്ചിട്ട് വി വൈയുടെ ലൈൻ എങ്ങനെയാണ് അതുപോലെ തന്നെ പാരലലി ഒരു ലൈൻ വരയ്ക്കുന്നു. മൈനസ് വി വൈയിൽ എടുത്തിട്ട് വി ബിയുടെ ലൈൻ എങ്ങനെയാണ് അതിന് പാരലലി നമ്മൾ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ? എല്ലാവരും ഓക്കെ? യെസ്. ഇനി എല്ലാവരും നോക്കിക്കേ, ഈ ഒരു ആംഗിൾ എത്രയാണോ? ഇത് മൊത്തത്തിൽ 60 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ എത്ര? 30 ഡിഗ്രി. വൃത്തിക്ക് എഴുതണേ. 30 ഡിഗ്രി. ഈ ഒരു ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് വേണ്ട ആംഗിൾ എന്താണ്? വി ബി വൈയും ഐ ബിയുടെയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ്. നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ, വി ബി വൈയും ഐ ബി. അപ്പൊ നോക്കിക്കേ, ഇത് മൊത്തത്തിൽ 30 ആണ് കേട്ടല്ലോ. ഇത് മൊത്തത്തിൽ 30 ആണ്. ഇതെന്താണ്? 5 ആണ്. അപ്പം ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ആണോ?
30 - 5 അല്ലേ? ഒന്ന് നോക്കിക്കേ, ഇത് മൊത്തത്തിൽ 30 ഡിഗ്രിയാണ്. ഇതെത്രയാണ്? 5 ആണ്. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 - 5 അല്ലേ? ആംഗിൾ ബിറ്റ്വീൻ VBY ആൻഡ് IB. എക്സാക്ട്ലി. അപ്പൊ W2 എന്ത് കിട്ടുന്നു? W2 എന്ന് പറഞ്ഞാൽ VBY into IY അല്ല, സോറി, IB cos of the angle of 30 - 5. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം W2 VBY എന്താ? ലൈൻ വോൾട്ടേജ് ആണ്. IB എന്താ? ലൈൻ കറണ്ട് ആണ്. cos of 30 - 5. യെസ്, ഇതാണ് നമ്മുടെ W2. ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ? എല്ലാവരും വന്നേ. നമ്മുടെ W1 എത്ര ആയിരുന്നു? W1 പറഞ്ഞേ. W1 എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ഇൻറ്റു ലൈൻ കറണ്ട് ഇൻറ്റു cos of 30 + 5 വരും. ഇനി W2 എന്ന് പറഞ്ഞാൽ VL IL cos of 30 - 5. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മൾ ഇത്രയും നേരമായിട്ടും സോൾവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതൊരു യൂണിവേഴ്സൽ ഇക്വേഷൻ ആണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം ഈ ഇക്വേഷനിൽ മാറ്റങ്ങൾ വരാം. എങ്ങനെയാണ്? ഫേസർ ഡയഗ്രാമിൽ മാറ്റങ്ങൾ. എങ്ങനെയാണ് മിസ്സേ മാറ്റം വരുന്നത്? നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വാട്ട് മീറ്റർ, ഇത് രണ്ടാമത്തെ വാട്ട് മീറ്റർ അല്ലേ, ആ വാട്ട് മീറ്ററിനെ നിങ്ങൾ എന്ത് ചെയ്യണം? Y എന്നുള്ള ലൈനിലാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ നമ്മുടെ കറന്റ് കോയിൽ Y-യിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷനിൽ മാറ്റം വരും. ആ ഇക്വേഷനിൽ മാറ്റം വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫേസർ ഡയഗ്രാമിൽ മാറ്റം വരും. ഫേസർ ഡയഗ്രാമിൽ മാറ്റം വരുമ്പോൾ നിങ്ങൾ W1 W2 മാറ്റം വരും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കിക്കണം. അത് മാത്രമല്ല, ഇതിന്റെ സെയിം കൺസെപ്റ്റ് വാട്ട് മീറ്റർ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ എക്സ്ക്ലൂസീവ്ലി നമ്മൾ 0 to infinity ക്ലാസ്സസിൽ പ്രൊവൈഡഡ് ആണ്. അപ്പം തീർച്ചയായും നിങ്ങൾ ആപ്പ് പർച്ചേസ് ചെയ്ത് നിങ്ങൾ കാണേണ്ടതാണ്. കാരണം യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കലും, നിങ്ങളുടെ KTU യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കലും പറയത്തില്ല എന്താണ് ഇങ്ങനെ മാത്രമേ വരത്തുള്ളൂ എന്നൊന്നും അവർ പറയത്തില്ല. അവർക്ക് പല രീതിയിൽ ചോദിക്കാനറിയാം. അപ്പൊ പല രീതിയിൽ നമ്മളും പ്രിപ്പയർഡ് ആയിരിക്കണം. ഒരു രീതി നിങ്ങളെ കാണിച്ചു തന്നു, നിങ്ങൾ ഈ രീതി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മാറ്റി ചിന്തിക്കാം. മനസ്സിലായോ? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവരും വന്നേടോ. ഇപ്പൊ നമ്മുടെ Y ഇതാണ്. ഞാൻ കറന്റ് കോയിലിനെ ഇങ്ങനെ എടുത്തിട്ട്, ഞാൻ ഈ പ്രഷർ കോയിലിനെ എടുത്തിട്ട് ഈ പറയുന്ന B കോമൺ പോയിന്റ്, ഇവിടെ നോക്കിക്കേ Y ആണ് കോമൺ പോയിന്റ്, അതിന് പകരം B ആണ് കോമൺ പോയിന്റ് എങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആ ഒരു കാര്യം നമ്മുടെ ക്ലാസ്സിൽ കിടപ്പണം. ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ എന്താ പറഞ്ഞു വന്നേ? നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഇതിനകത്തുനിന്ന് ടോട്ടൽ പവർ അല്ലേടോ, നമ്മൾ 3 ഫേസ് പവർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് ടോട്ടൽ പവർ ആണ്. ആ ടോട്ടൽ പവർ W എന്ന് പറഞ്ഞാൽ W1 + W2 ആണ്. ഇത് നിങ്ങൾ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. W എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സോൾവ് ചെയ്ത് കഴിയുമ്പോൾ √3 VL IL cos 5. ഈ പവർ ആണ് നമ്മുടെ ആവറേജ് പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ P വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എല്ലാവരും നോക്കിക്കോ, ഈ W എന്ന് പറഞ്ഞാൽ W1 + W2 ആണ്. ഇനി W1 - W2 നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് VL IL sin 5 ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ √3 ടൈംസ് ഓഫ് W1 - W2 എന്ന് പറഞ്ഞാൽ √3 VL IL sin 5. ദിസ് ഈസ് അനദർ ഇക്വേഷൻ വിച്ച് ഡെപിക്ട്സ് ദ റിയാക്റ്റീവ് പവർ. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ റിയാക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ. മുകളിലത്തതാണ് നമ്മുടെ ആക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് പാർട്ട് എയ്ക്കകത്ത് റിയാക്റ്റീവ് പവറും ആക്റ്റീവ് പവറും നിങ്ങൾ ഇക്വേഷൻ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? എങ്ങനെയാണ് W1 ഉം W2 നിന്ന് നിങ്ങൾ ആക്റ്റീവ് പവർ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ റിയാക്റ്റീവ് പവർ കണ്ടുപിടിക്കുന്നത്? ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആകെ നിങ്ങൾക്ക് ഈ VL തരും, IL തരും, പിന്നെ നിങ്ങൾക്ക് ഈ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആംഗിൾ ബിറ്റ്വീൻ എന്താടോ ആ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജും ഫേസ് കറന്റിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ വട്ടം യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ S2 സ്റ്റുഡൻസ്, നിങ്ങൾ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി വന്ന് ഇതേ ക്വസ്റ്റ്യൻ ആണ് അവർ തന്നിട്ടുള്ള. എന്തൊക്കെയാണെന്ന് അറിയാമായിരുന്നോ? ലൈൻ വോൾട്ടേജ് 400 വോൾട്ട് തന്നു, ലൈൻ കറണ്ട് നിങ്ങൾക്ക് 10 ആംപിയർ അവർ തന്നു. എന്നിട്ട് അവർ തന്നെ എന്താണെന്നറിയാം, നമ്മുടെ ലോഡില്ലേ, ഇങ്ങനെ നമ്മൾ ലോഡിനെ വരച്ചില്ലായിരുന്നു, ആ ലോഡിന്റെ അക്രോസ് അവർ എഴുതി വെച്ചിരിക്കുകയാണ് 0.866 പവർ ഫാക്ടർ ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഗിങ് ലോഡാണ്. മനസ്സിലായി? ഓക്കെ. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ 0.866 പവർ ഫാക്ടർ ലാഗ് എന്ന് പറഞ്ഞാൽ ലാഗിങ് ലോഡാണ്. മനസ്സിലായി? അപ്പൊ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ 0.866 ആണ് പവർ ഫാക്ടർ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.866. മനസ്സിലായല്ലോ? യെസ്. എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? cos 5 ആണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ആ ലോഡ് എന്ന് പറയുന്നത് ഒരു ലാഗിങ് ലോഡാണ്. ആ ലോഡിന്റെ പവർ ഫാക്ടർ ആണ് തന്നിട്ടുള്ളത് 0.866 എന്ന് പറഞ്ഞാൽ cos 5 എന്ന് പറയുന്നത് 0.866 ആണ്. അപ്പൊ 5 എന്ന് പറഞ്ഞാൽ cos ഇൻവേഴ്സ് ഓഫ് 0.866 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 30 ഡിഗ്രി ആയിട്ട് കിട്ടും.
മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെയിം ഫിഗർ ആട്ടോ, സെയിം ഫിഗർ ആണ്, ഫിഗറിന് ഒരു മാറ്റവും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫിഗറും നിങ്ങൾക്ക് എക്സാമിന് തരും. എങ്ങനെയാണ് വാട്ട് മീറ്റർ കണക്ട് ചെയ്ത് തന്നേക്കുന്ന ഫിഗറും നിങ്ങൾക്ക് എക്സാക്ട്ലി എക്സാമിന് തരും. അപ്പൊ W1 എന്ന് പറഞ്ഞാൽ എന്താണ്? 400 ഇൻറ്റു ലൈൻ വോൾട്ടേജും ലൈൻ കറണ്ടും എന്ന് തന്നു. കോസ് ഓഫ് 30 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പൊ എത്ര കിട്ടും? കോസ് ഓഫ് 60 കിട്ടും. അപ്പൊ എല്ലാവരും വന്നേ, കോസ് 60 എത്ര ആടോ? 1/2. എല്ലാവർക്കും അറിയാമല്ലോ. ദാറ്റ് മീൻസ് 4000 ഇൻറ്റു 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 2000 വാട്ട്. എന്നിട്ട് W2 എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും പറഞ്ഞ W2 എന്ന് പറഞ്ഞാൽ VL കോസ് 30 മൈനസ് 5 ദാറ്റ് ഈസ് 400 ഇൻറ്റു 10 ഇൻറ്റു കോസ് 30 മൈനസ് 30 എന്ന് പറഞ്ഞാൽ എത്ര ആടോ? പറഞ്ഞ എത്രയാണ്? കോസ് 30 മൈനസ് 30 0. കോസ് 0 എന്ന് വെച്ചാൽ 1 ആണ്. എത്രയാണ് വാട്ട്? എത്രയാണ്? അപ്പം 4000 മാത്രം. അപ്പൊ 4000 വാട്ട് നമുക്ക് മൊത്തത്തിൽ കിട്ടും. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതിനകത്ത്? അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി നിങ്ങൾക്ക് ആ ഈ പറയുന്ന സർക്യൂട്ട് ഡയഗ്രാം തരും, കണക്ഷൻസ് തരും, ഡീറ്റെയിൽസ് എല്ലാം ആവശ്യത്തിനുള്ള പാരാമീറ്റേഴ്സ് തരും. എന്നിട്ട് നിങ്ങളോട് W1 ഉം W2 ഉം കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ എത്ര പെട്ടെന്നാണ് നമ്മൾ W1 കണ്ടുപിടിച്ചത്? കോസ് ഓഫ് 60 എന്ന് പറഞ്ഞാൽ 1/2, 4000/2 2000 വാട്ട്. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 400 ഇൻറ്റു 10 4000 വാട്ട്. അപ്പൊ ടോട്ടൽ പവർ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും നോക്കിക്കോ, ടോട്ടൽ പവർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6000 വാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി അതുകൂടാതെ അവർ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഡിറ്റർമൈൻ ദ റിയാക്റ്റീവ് പവർ. അപ്പൊ റിയാക്റ്റീവ് പവർ എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത്? റിയാക്റ്റീവ് പവർ എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ്? √3 VL IL sin 5 ഓൾറെഡി നിങ്ങൾക്ക് 30 ഡിഗ്രി ആണ്. കണ്ടുപിടിച്ച് നോക്കിക്കേടോ എത്രയാണ് റിയാക്റ്റീവ് പവർ കിട്ടുന്നതെന്ന്. ഒന്ന് ഹോംവർക്ക് ആയിട്ടൊന്ന് ചെയ്ത് നോക്കിക്കേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ പാർട്ട് ബി essay സെക്ഷനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഇത് ഉറപ്പായിട്ടും നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഒരു മോഡലാണ്. ഇനിയിപ്പം നിങ്ങൾ ആലോചിക്കും, മിസ്സേ ഇതിപ്പോ ലാഗിംഗ് ലോഡിന്റെ കാര്യത്തിൽ, ലീഡിംഗ് ലോഡിന്റെ കാര്യത്തിൽ എന്താണ് അവസ്ഥ? ലീഡിംഗ് ലോഡിന്റെ കാര്യത്തിൽ ഞാൻ ഒരൊറ്റ QA തരുന്നുള്ളൂ. നോക്കിക്കേ, ലീഡിംഗ് ലോഡ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ VR ആണെങ്കിൽ, ഇത് നമ്മുടെ VR ആണെന്നുണ്ടെങ്കിൽ IR എന്ന് പറയുന്നത് ലീഡ് ചെയ്യുവാണ്. കാരണം ലീഡിംഗ് ലോഡ് എന്ന് പറയുമ്പം വോൾട്ടേജ് ലാഗ്സ് ബിഹൈൻഡ് കറണ്ട് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന VR താഴെയും IR മുകളിലുമായിരിക്കും. അവരുടെ ഇടയിലുള്ള ആംഗിൾ ആണ്, ഇൻ ബിറ്റ്വീൻ ദാറ്റ് ആംഗിൾ ആണ് ഫൈ എന്ന് പറയുമ്പോൾ. ഓക്കെ അല്ലേ? അപ്പൊ ലീഡിംഗ് ലോഡിന്റെ അവസ്ഥ മനസ്സിലായല്ലോ? യെസ്. അപ്പൊ എന്തുവാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഒരു മോഡൽ ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചു തന്നു. അത്യാവശ്യം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്തത്. കാരണം ഇതിനകത്തൊക്കെ എന്ന് പറയുമ്പോൾ വൃത്തിക്ക് വരച്ചില്ല എന്നുണ്ടെങ്കിൽ, നീറ്റായിട്ട് നമ്മൾ വരച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസർ ഡയഗ്രാമിനകത്ത് ഒത്തിരി കൺഫ്യൂഷൻസ് വരും. കാരണം ഞാൻ സ്റ്റുഡൻസ് കമ്മിറ്റ് ചെയ്ത് മിസ്റ്റേക്സ് കണ്ടിട്ടുള്ളതാണ്. 30 + 5 ഇടയ്ക്ക് ചിലപ്പോൾ വരച്ചൊക്കെ കുളമായി 30 - 5 ഒക്കെ കിട്ടിയെന്നുള്ള അവസ്ഥ വരും. മനസ്സിലായി? അപ്പം ഈ പറയുന്ന ഫേസർ ഡയഗ്രാം നീറ്റായിട്ട് വരയ്ക്കാം. അത് മാത്രമല്ല, ഇപ്പൊ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് എല്ലാം ഡയറക്റ്റ് ആണ്. ലൈൻ വോൾട്ടേജ് തന്നു, ലൈൻ കറണ്ട് തന്നു, പവർ ഫാക്ടർ ആംഗിൾ തന്നു. പക്ഷെ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. മനസ്സിലായല്ലോ? KTUന് അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് യൂണിവേഴ്സിറ്റി ആയാലും അവർക്ക് മാറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എങ്ങനെയാണ്? ചിലപ്പോൾ അവർ ലൈൻ വോൾട്ടേജ് തരും, എന്നിട്ട് ലൈൻ കറണ്ട് തരത്തില്ല, അതിന് പകരം വേറൊരു പാരാമീറ്റർ തന്നു. വാട്ട് വിൽ യു ഡു? എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഒരു മോഡൽ മാത്രം പഠിച്ചാൽ പോരെ. യു ഹാവ് ടു പ്രാക്ടീസ് മാക്സിമം ക്വസ്റ്റ്യൻസ് ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ യുവർ യൂണിവേഴ്സിറ്റി എക്സാം, റൈറ്റ്? അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഇതുപോലത്തെ ന്യൂമറസ് പ്രോബ്ലംസ് ഞാൻ ആപ്പിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 0 to Infinity പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് ഈസിലി കണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം ഓർക്കുക. അതുപോലെ തന്നെ വേറൊരു ഫോർമാറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? വാട്ട് മീറ്റേഴ്സ് മാറ്റിയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ വാട്ട് മീറ്റർ എവിടേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്? മെയിൻ ആയിട്ട് R ലൈനും B ലൈനിന്റെ ഇടയ്ക്കാണ് അല്ലെ? കറണ്ട് കോയിലൊക്കെ R-ലും B-ലും ആയിരുന്നു. പക്ഷെ അതിന് പകരം വാട്ട് മീറ്റേഴ്സ്, അപ്പൊ വിചാരിക്കും വന്നാൽ നമ്മുടെ വാട്ട് മീറ്ററിന്റെ രണ്ടാമത്തെ വാട്ട് മീറ്ററിന്റെ കറണ്ട് കോയിൽ നമുക്ക് വൈയിലോട്ട് കണക്ട് ചെയ്താൽ, B എന്ന് പറയുന്ന കോമൺ പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്താൽ, അപ്പൊ ആ സമയത്ത് ഫേസർ ഡയഗ്രാമിന് മാറ്റം വരും. അറിയാവോ? ഇതൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. സോ ഡു നോട്ട് മിസ് ഔട്ട് ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. മനസ്സിലായാലും എല്ലാവർക്കും സ്കോളർഷിപ്പിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഇനി ഇതിനെക്കാട്ടി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാം തന്നെ പ്രൊവൈഡ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് M-Sigma ഗോകുലം ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പിക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.